ഹായ് ISC സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, നമ്മുടെ സാമ്പിൾ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സാമിന് മുമ്പ് ഫാസ്റ്റായിട്ട് നമുക്കതൊന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്, വായിക്കുക. എന്താണ് ഓപ്ഷൻ എഴുതാനാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് എഴുതാനുള്ള ക്വസ്റ്റ്യനാണ്. 2 പോയിന്റ് ചാർജസ് 50 നാനോ കൂളം -50 നാനോ കൂളം separated by a distance 1 mm are kept inside a large sphere of radius 1 meter എന്നാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എമനേറ്റിംഗ് ഫ്രം ദ സ്ഫിയർ എത്ര എന്നാണ്. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ. ഇതൊരു സ്ഫിയർ ആണ്, ഇതിൻ്റെ റേഡിയസ് 1 മീറ്റർ ആണ്. ഇതിനകത്ത് 50 നാനോ കൂളം -50 നാനോ കൂളം ഇങ്ങനെ രണ്ട് ചാർജസ് 1 മില്ലിമീറ്റർ സെപ്പറേഷനിൽ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഫ്ലക്സ് കമ്മിങ് ഔട്ട്, ഇതാണ് ചോദ്യം. വാട്ട് ഈസ് എ നെറ്റ് ഫ്ലക്സ്? നമ്മുടെ ഇക്വേഷൻ എന്താ? 1/ε0 ഇൻറ്റു നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സ്ഫിയർ എന്നാണ്. അപ്പോൾ 1/ε0 ഇൻറ്റു നമ്മുടെ സ്ഫിയറിൻ്റെ അകത്തുള്ള നെറ്റ് ചാർജ് എത്ര എന്ന് പെട്ടെന്ന് പറയൂ. 50 -50 കൂടെ ചേരുമ്പോൾ 0. ആൻസർ ഈസ് 0. അത് ഓപ്ഷൻ ഡി ആണ്. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയും എന്താണ്? 3 straight parallel wires are coplanar and perpendicular to the plane of the page. ഒരു പേജിന് പെർപെൻഡിക്കുലർ ആയിട്ട് 3 വയറുണ്ട്. ഒരു പേജ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് 3 വയറുണ്ട്. ഇത് 3 ഒരേ പ്ലെയിനിലുള്ള 3 വയറാണ്. ഇനി വയറിൻ്റെ സെപ്പറേഷനൊക്കെ പിക്ചറിനകത്തുണ്ട്. അടുത്തടുത്ത 2 പേര് തമ്മിൽ 6 ദൂരമുണ്ട്. ഇനി വയർ 1 and 3 ക്യാരീസ് കറണ്ട് ഔട്ട്വേർഡ്സ്. അപ്പോൾ I1ഉം I3യും ഔട്ട്വേർഡ്സ് ആണ്. ഇനി എന്താണ് ചോദ്യം? ഇഫ് വയർ 3 എക്സ്പീരിയൻസസ് നോ ഫോഴ്സ് ഡ്യൂ ടു I1 and I2, വയർ 3യിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ I2ൻ്റെ ആൻസർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. നമുക്കൊരു കാര്യം ചെയ്യാം. നെറ്റ് ഫോഴ്സ് 0 അല്ലേ തേർഡ് വയറിൽ. അപ്പോൾ ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് തേർഡ് വയർ ഡ്യൂ ടു ദ കറണ്ട് ഇൻ ഫസ്റ്റ്. ഇങ്ങനെ കാണും നമ്മുടെ ഇക്വേഷൻ. μ0/4π 2I1 I2/d എന്നാണ് നമ്മുടെ ഇക്വേഷൻ. 2I1 I3 ഡിവൈഡ് ബൈ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2d. ഈ ഫോഴ്സ് അങ്ങോട്ടിരിക്കും. ഈ രണ്ട് വയറിലെയും കറണ്ട് ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അട്രാക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് വയർ തേർഡ് വയറിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും അതിൻ്റെ അടുത്തേക്ക്. ഇനി ഫോഴ്സ് ഓൺ തേർഡ് വയർ ഡ്യൂ ടു ദ കറണ്ട് ഇൻ 2 എങ്ങനെ കാണും? μ0/4π 2I2 I3 ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? d ആണ്. അപ്പോൾ അത് ഡിസ്റ്റൻസ് ഇവിടെ 6 ആണ്. നേരത്തെ ഉള്ളതിൽ 6 ആണ്. ഓക്കെ. ഇനി നമുക്ക് അപ്പോൾ ഈ ഫോഴ്സ് അങ്ങോട്ടിരിക്കും. ഈ ഫോഴ്സ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം, എന്നാലേ രണ്ടും കൂടെ ക്യാൻസൽ ആവും. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ ഇടാം. ആദ്യത്തെ ഫോഴ്സ് μ0/4π 2I1 I3 ഡിവൈഡ് ബൈ 2R. അടുത്ത μ0/4π 2I2 I3 ഡിവൈഡ് ബൈ R ഈക്വൽ ആണ്. അപ്പോൾ ഇത് ക്യാൻസലായി, 2 ക്യാൻസലായി, I3 ക്യാൻസലായി, ഇനി R ക്യാൻസൽ. ഇനി ബാക്കി നമുക്ക് എഴുതാം I1 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു I2 എന്നാണ്. അതായത് 0.5 I1 ഈക്വൽ ടു I2 എന്നാണ്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. I2 ഈക്വൽ ടു 0.5 I1. ഇനി ആ കറണ്ട് എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞു, ഇതാ ഇൻറ്റു ആണ്, I2 ആണ്. ഓക്കെ. അപ്പോൾ ഈ ഡയറക്റ്റഡ് ഇൻറ്റു ദ പേജ്. എന്നല്ലേ കറണ്ട് ഓപ്പോസിറ്റ് ആയാലേ ഫോഴ്സും ഓപ്പോസിറ്റ് വരൂ, എന്നല്ലേ രണ്ട് ഫോഴ്സും കൂടെ ക്യാൻസൽ ആവും. എത്രയേ ഉള്ളൂ. നല്ല എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. എന്താ? ദ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി വിത്ത് ടെമ്പറേച്ചർ ഫോർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കൈ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ എത്ര ആയാലും കൈയുടെ വാല്യൂ സെയിം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? The wavelength lambda e of electron and lambda p of photon of same energy are related by ഏതാണ്? എന്താണ്? ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് ലാംഡ ഇ, ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് ലാംഡ പി. ഇത് രണ്ടിൻ്റെ എനർജി സെയിം എന്ന് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യം ഫോട്ടോണിൻ്റെ കാര്യം പറയാം. ഫോട്ടോണിൻ്റെ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? എനർജി ഓഫ് ഫോട്ടോൺ എന്താണ്? h nu എന്നാണ്. അപ്പോൾ h nu എന്ന് പറഞ്ഞാൽ c/λ എന്നാണ്. കണ്ടില്ലേ? അപ്പോൾ ഇനി ഇവിടുത്തെ ലാംഡ പി എന്ന് ക്വസ്റ്റിനകത്തുണ്ട്. ഇനി അടുത്തത് നമുക്ക് അറിയാമെന്നുള്ളൊരു ഇക്വേഷൻ. ഇനി നമ്മൾ ഇലക്ട്രോണിൻ്റെ കാര്യമാണ് പറയാം. ഇലക്ട്രോണിൻ്റെ കാര്യം നമുക്കറിയാം.
ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് √2m കൈനറ്റിക് എനർജി എന്ന് നമുക്കറിയാം. ഇനി ഇലക്ട്രോണിൻ്റെ ഡി ബ്രോയ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് h/p എന്നാണ്. എന്ന് പറഞ്ഞാൽ h/√2mk എന്നാണ്. കണ്ടില്ലേ? ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് λe² = h²/2mk എന്ന് വരും. കണ്ടോ? ഇതിനകത്ത് k എടുത്ത് kയും ഇത് രണ്ടും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് വെച്ചാൽ എന്ത് വരും? k = h²/2m λe² എന്നാണ്. അതായത് എനർജി ഓഫ് ഇലക്ട്രോൺ k എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്നാണ്. എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? h²/2m λe² എന്നാണ്. ഇനി ഗിവൺ ആണ് രണ്ട് എനർജികളും, ഈ കൊടുത്തിരിക്കുന്ന എനർജിയും ഈക്വൽ ആണ് എന്നാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനർജികൾ സെയിം ആണെങ്കിൽ ആൻസറുകൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ hc/λp = h²/2m λe² എന്നാണ്. ഇനി നമുക്കിവിടെ ഓരോ h കട്ട് ചെയ്യാം. ബാക്കി c/λp = h/2m λe² എന്നാണ്. ഇനി നമുക്കിവിടെ വേണ്ടത് എന്താണ്? λp ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് λp എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. λp = c/2m λe² എന്നാണ്. ഇനി നിങ്ങൾ തന്നെ നേരെ നോക്കിയാൽ മതി. c കോൺസ്റ്റന്റ് ആണ്, 2m കോൺസ്റ്റന്റ് ആണ്, h കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന ആൻസർ λp എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു λe². ഇതിനകത്ത് ആൻസർ ഉണ്ടോ? ഉണ്ട്. അടിപൊളിയല്ലേ? നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടെൻഷൻ ഒന്നും അടിക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ഈ മോഡലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ pn ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ്? ഫോർവേഡ് ആണെങ്കിൽ പി സൈഡ് ഹൈ പൊട്ടൻഷ്യലിലും എൻ സൈഡ് ലോ പൊട്ടൻഷ്യലിലും ആയിരിക്കണം. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് ഡയോഡിനെ നമുക്കറിയാം. ഡയോഡിൻ്റെ പി സൈഡും എൻ സൈഡും ഒക്കെ അറിയാം. ഇത് പി സൈഡ്, ഇത് എൻ സൈഡ്. ഓക്കെ. ഇപ്പോൾ ഡയോഡിൻ്റെ ഇവിടെ നിങ്ങൾ റെസിസ്റ്ററിനെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇപ്പോൾ പി സൈഡ് ഇവിടെ 10 ആണ്, എൻ സൈഡ് 5 ആണ്. അപ്പോൾ പി സൈഡ് ഹൈയും എൻ സൈഡ് ലോയും ആണ്. അത് ഫോർവേഡ് ബയാസാണ്. ഇനി അപ്പുറത്ത് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പി സൈഡ് 10ഉം എൻ സൈഡിൽ എർത്തുമാണ് കൊടുത്തിരിക്കുന്നത്, 0യും. അപ്പോൾ ഇവിടെ ഹൈയും ഇവിടെ ലോയും ആണ്. അപ്പോൾ ഇതും ഫോർവേഡ് ബയാസാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പി സൈഡിൽ കൊടുത്തിരിക്കുന്നത് -5 ആണ്, അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് -12 ആണ്. ഇതിൽ ഏതാണ് വലുത്? -5 ആണ്. അപ്പോൾ ഇത് ഹൈയും ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ലോയും ആണ്. കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ ഹൈയും ലോയും ആണ്. അപ്പോൾ ഇതും ഫോർവേഡ് ബയാസാണ്. അടുത്ത് കൊടുത്തിരിക്കുന്നത് പി സൈഡിൽ കൊടുത്തിരിക്കുന്ന 0യും ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന 5 ആണ്. അപ്പോൾ ഇത് ഇവിടെ 0 എന്ന് പറയുന്നത് ലോയും ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ഹൈയും ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതെല്ലാമാണ് ഫോർവേഡ് ബയാസ് ആയിട്ടുള്ളത്? പി, ക്യു, ആർ. ഇത് മൂന്നും ഫോർവേഡ് ബയാസ് ആണ്. പക്ഷെ അങ്ങനെ ഒരു ആൻസർ ഇതിനകത്ത് ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് അവർക്ക് വന്നു പോയതായിരിക്കും. ഓക്കെ. ഇപ്പോൾ ടെൻഷൻ ഒന്നും പിടിക്കണ്ട. ഇപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ മിസ്റ്റേക്ക് ഒന്നും കാണത്തില്ല. ഇനി അടുത്തത് എന്താ? വെൻ ബീം ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ പ്രിസം. പ്രിസത്തിൽ വൈറ്റ് ലൈറ്റ് വീണാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാമെന്നുള്ളതല്ലേ. പ്രിസത്തിൽ ലൈറ്റ് വീണാൽ കളറുകൾ സെപ്പറേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഈ പരിപാടി നമ്മൾ വിളിക്കുന്ന പേര് ഡിസ്പേർഷൻ എന്നാണ്. ഇനി നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ പോയ ലൈറ്റ് ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്തു. അപ്പോൾ ഡീവിയേഷനും ഡിസ്പേർഷനും ഉണ്ടാവും. അപ്പോൾ ഡീവിയേറ്റ്സ് ആസ് വെൽ ആസ് ഡിസ്പേഴ്സസ് ഇൻസിഡന്റ് ലൈറ്റ് എന്നാണ്. ആൻസർ എന്താണ്? സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. കണ്ടോ? ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ് മാർക്ക്ഡ് അസർഷൻ ആൻഡ് റീസൺ. റീഡ്. ഓക്കെ. അസർഷൻ എന്താണ്? ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് മിറർ വിൽ ഇൻക്രീസ് ഇഫ് മിറർ ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ. മിററിനെ എടുത്ത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിറർ എന്ന് പറയുന്നത് ഒരു പാവം മിററാണ്. മിററിനെ എടുത്ത് എന്തിലാണ് വെള്ളത്തിൽ വെച്ചു എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് മാറാനൊന്നും പോണില്ല. മനസ്സിലല്ലേ? മിററാണ്, ലെൻസ് അല്ല, മിററാണ്. അപ്പം മിററിൻ്റെ ഫോക്കൽ ലെങ്ത് മാറത്തില്ല വെള്ളത്തിൽ വെച്ചാൽ. അപ്പം ഇത് തെറ്റാണ്. ഇനി ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് മിറർ. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്
ആർ ഈസ് ഈക്വൽ ടു എന്താണ്, റേഡിയസ് ആർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് r/2 ആണ്. അപ്പോൾ ഇത് കറക്റ്റ്. അപ്പോൾ അസർഷൻ കറക്റ്റ് ആണ്, റീസൺ റോങ് ആണ്. അപ്പോൾ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ എന്നുള്ളതല്ല. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ അല്ല. അടുത്തത് അസർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫാൾസ് അല്ല. അസർഷൻ ഈസ് ഫാൾസ്, റീസൺ ഈസ് ട്രൂ. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? ആൻസർ ദ ഫോളോയിങ് ബ്രീഫ്ലി എന്നാണ്. കറണ്ട് എന്താണ്, കറണ്ട് 1 ഫ്ലോയിങ് ത്രൂ എ മെറ്റാലിക് വയർ ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ്. എന്താണ്, ഒരു വയറിൽ കൂടെ കറണ്ട് ഐ എന്ന്, ഒരു വയറിൽ കൂടെ ഉള്ള കറണ്ട് ഗ്രാജുവലി കൂട്ടി. ഗ്രാഫിക്കലി ഷോ എന്താണ്, ഹൗ ഹീറ്റിംഗ് പവർ ഡെവലപ്ഡ് വേരീസ് വിത്ത് കറണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് അറിയാം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, I² R എന്നാണ് അല്ലേ. അപ്പോൾ പവർ നമുക്ക് R കോൺസ്റ്റന്റ് ആയിട്ട് എടുത്താൽ പവർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ് എന്തിന്, I². ഓക്കെ, അപ്പം നമുക്ക് ഈ ആറിന് നമുക്ക് കോൺസ്റ്റന്റ് Y = A² എന്ന ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. ഒരു കോൺസ്റ്റന്റും x² പോലത്തെ ഒരു സാധനം, ഒരു കോൺസ്റ്റന്റും I². അപ്പോൾ ഇത് Y = A²ന്റെ ഷേപ്പാണ്. അപ്പോൾ ഗ്രാഫ് എന്ത് ഷേപ്പിലായിരിക്കും, പരാബോളായിരിക്കും വരിക. അപ്പോൾ പരാബോളിക് ഷേപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വരച്ചു കഴിഞ്ഞാൽ വരുന്നത് പവറും കറണ്ടും ഗ്രാഫ് കണ്ടോ, ഒരു പരാബോളിക് ഷേപ്പിലുള്ള ഗ്രാഫ്. അടിപൊളിയല്ലേ. അടുത്ത ദിവസം എന്താ വരുന്നു, എന്താ, സ്റ്റേറ്റ് 1 മെത്തേഡ് ടു മിനിമൈസ് ഫ്ലക്സ് ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിലെ ഫ്ലക്സ് ലോസ് എങ്ങനെ കുറയ്ക്കാം? നമുക്കറിയാം ട്രാൻസ്ഫോമറിനകത്ത് 2 കോയിലുണ്ട്. അപ്പോൾ എന്താണ്, ദ കോയിൽസ് മസ്റ്റ് ബി വെരി ക്ലോസ്. കോയിൽസ് മസ്റ്റ് ബി ക്ലോസ്. കോയിൽസ് ഭയങ്കര ക്ലോസ് ആയിരിക്കണം. അപ്പോൾ കോയിൽസ് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇത് ചെയ്യണം. പിന്നെ കോർ ഹൈ പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം. ഹൈ പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കണം. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതാണ്. അപ്പോൾ ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു, എന്താണ്, വൈ ജയന്റ് ടെലിസ്കോപ്സ് ഓഫ് റിഫ്ലക്റ്റിംഗ് ടൈപ്പ്. വലിയ ടെലിസ്കോപ്പിന് റിഫ്രാക്ഷൻ ടെലിസ്കോപ്പ് അല്ല ഉപയോഗിക്കുന്നത്, റിഫ്ലക്ഷൻ ടെലിസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. എനി വൺ സയന്റിഫിക് റീസൺ. ഏതെങ്കിലും ഒരു സയന്റിഫിക് റീസൺ, 2-3 സയന്റിഫിക് റീസൺസ് ഞാൻ പറഞ്ഞുതരാം. അതിന് നോ സ്ഫെറിക്കൽ അബറേഷൻ. നമ്മൾ പഠിച്ചാലേ സ്ഫെറിക്കൽ അബറേഷൻ ഇല്ല. ഇനി അടുത്തത് രണ്ടാമത്തത് നോ ക്രോമാറ്റിക് അബറേഷൻ. ക്രോമാറ്റിക് അബറേഷൻ ഇല്ല. ഇനി അടുത്തത് ഈ സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ബ്രൈറ്റർ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക, വളരെ ക്ലാരിറ്റി ഉള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. അപ്പം ഇത് 3 പോയിന്റാണ് ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയ. അല്ലെങ്കിൽ സ്പെറിക്കൽ, നോ സ്പെറിക്കൽ അബറേഷൻ ആൻഡ് ക്രോമാറ്റിക് അബറേഷൻ ഒറ്റ പോയിന്റ് ഇട്ട് എഴുതുക, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു, എന്താണ്, ഗീവ് എനി വൺ എക്സാമ്പിൾ വേർ ray of light traveling from one optical medium to another travels undeviated. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് പോകുമ്പോൾ ഡീവിയേഷൻ പാടില്ല. ഡീവിയേഷൻ പാടില്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണെങ്കിൽ ഡീവിയേഷനേ ഇല്ല, ലൈറ്റ് ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? ഇനി ഡീവിയേഷൻ ഇല്ല, അതുപോലെ. ഇനി അടുത്തെന്താണ്, ഇത് നമ്മൾ μ1 μ2 ഈക്വൽ അല്ലെങ്കിലും ലൈറ്റ് എങ്ങനെ വീഴണം, ലൈറ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വീണ് കഴിഞ്ഞാൽ നോ ഡീവിയേഷൻ, അതുപോലെ ഇറങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. എന്താണ്, ഇഫ് ബോത്ത് മീഡിയ ആർ ഹാവിങ് സെയിം എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദർ വിൽ നോട്ട് ബി എനി ഡീവിയേഷൻ. അതർവൈസ് എന്താണ്, ഇഫ് ലൈറ്റ് ഫോൾസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് സെപ്പറേറ്റിംഗ് ദ 2 മീഡിയ ഹാവിങ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ദർ വിൽ ബി നോ ഡീവിയേഷൻ എന്നെഴുതും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു, എന്താണ്, 2 ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിങ് സെയിം ചാർജ്. രണ്ടിൻ്റെയും ചാർജ് സെയിം ആണ് കേട്ടോ, ബട്ട് ഡിഫറെന്റ് മാസസ്, മാസ് വേറെ പറയാം. ആർ പാസ്ഡ് ത്രൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തൂടെ ഇതിനെ വിടുന്നു. വെൻ വി ഈസ് വേരിയഡ് ഡി ബ്രോയ് വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ ഈസ് ഷോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്യുന്നത് നോക്കാം, എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡി ബ്രോയ് വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു, ഇലക്ട്രോണിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, h/√2m2mk എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ h/√2m കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ EV എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഇവിടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് 2 ഉണ്ട്.
അത് രണ്ടിൻ്റെയും ചാർജ് സെയിം ആണ്, പക്ഷെ മാസ് മാത്രമാണ് വ്യത്യാസം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു സ്ലോപ്പ് എടുത്ത് നോക്കിയാൽ എന്ത് വരും? മക്കളെ പറഞ്ഞോ. സ്ലോപ്പ് എടുത്താൽ ഈ ഡിസ്റ്റൻസ് ബൈ എക്സ് ഡിസ്റ്റൻസ് എന്ന് വരും, ലാംഡ ഡിവൈഡ് ബൈ 1/√v എന്ന് വരും. അപ്പോൾ λ√v എന്ന് വരും. കണ്ടില്ലേ? അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മുടെ ഇക്വേഷൻ ഞാനിവിടെ എഴുതുകയാണ്. ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ √2me ഇൻറ്റു √v എന്ന് ഞാൻ എഴുതാം. ഇതിനകത്തുനിന്ന് λ√v എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, h ബൈ √2me എന്നാണ്. കണ്ടില്ലേ? ഇനി നമ്മുടെ ഇവിടെ എന്താണ് ചോദ്യം എന്ന് ഇനി വായിച്ചു നോക്കാം. വിച്ച് ഗ്രാഫ് ഈസ് ഫോർ ഹെവിയർ പാർട്ടിക്കിളിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? നിങ്ങൾ തന്നെ നോക്കുക. സ്ലോപ്പ്. അപ്പൊ എനിക്ക് കിട്ടിയ ആൻസർ അതാ ഇങ്ങോട്ട് എഴുതാം. സ്ലോപ്പ് എന്ന് പറയുന്നതിന്റെ ആൻസർ h ബൈ √2 ഇൻറ്റു മാസ് ഇൻറ്റു ഇ എന്നാണ്. ഇതിൽ 2ഉം ഇയും കോൺസ്റ്റന്റ് ആണ്. ഈ സെയിം ആണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു h കോൺസ്റ്റന്റ് ആണ്, മാസ് എന്നാണ് അല്ലേ? അപ്പോൾ മാസ് കൂടിയവന് സ്ലോപ്പ് കുറവായിരിക്കും. അപ്പോൾ മാസ് കൂടിയ ഇപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് ഹെവിയർ. അപ്പം മാസ് കൂടിയവന് സ്ലോപ്പ് കുറവായിരിക്കും. അപ്പം മാസ് ആർക്കാ കൂടുതൽ? അപ്പം അവന് സ്ലോപ്പ് കുറവായിരിക്കും. ഇതിൽ ഏതിനാണ് സ്ലോപ്പ് കുറവ്? എക്കല്ലേ സ്ലോപ്പ് കുറവ്. അപ്പോൾ സ്ലോപ്പ് കുറവാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ മാസ് കൂടുതലായിരിക്കും. ആൻസർ ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മാസ് കുറഞ്ഞ പാർട്ടിക്കിൾ ആണെങ്കിൽ സ്ലോപ്പ് കൂടുതൽ. വിച്ച് ഗ്രാഫ് ഈസ് ഫോർ ഹെവിയർ ആർക്കാണ്? അപ്പൊ ഹെവിയർ ആകുമ്പോൾ മാസ് കൂടുതലാകുമ്പോൾ സ്ലോപ്പ് കുറവായിരിക്കണം. സ്ലോപ്പ് കുറഞ്ഞ ഗ്രാഫ് ഏതാ? എ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻസ് വെൻ ആൻ ഇലക്ട്രോൺ കൊളൈഡ് വിത്ത് പോസിട്രോൺ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോണും പോസിട്രോണും കൂടെ കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പരിപാടിയെ നമ്മൾ എന്തോ ഒരു പേര് വിളിക്കും, അനിഹിലേഷൻ അല്ലേ? അനിഹിലേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഇത് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വരുന്നത്? ഒരു ഗാമാ റേ ഫോട്ടോൺ ആണ് വരുന്നത്. ഗാമാ റേ ഫോട്ടോൺ ആണ് വരിക. ഓക്കെ, ഈ പരിപാടിയെ വാട്ട് ഹാപ്പൻസ് വെൻ ഇലക്ട്രോൺ കൊളൈഡ്സ് വിത്ത് പോസിട്രോൺ? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് പോസിട്രോൺ. സോ എന്താണ്? മാറ്റർ ഇന്ററാക്ട്സ് വിത്ത് ആന്റി പാർട്ടിക്കിൾ ആൻഡ് ഡിസ്ട്രോയ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ പാർട്ടിക്കിൾ ഇല്ലാതാവും, പകരം ഒരു ഫോട്ടോൺ ഉണ്ടാവും. ഓക്കെ, ഗാമാ റേ ഫോട്ടോൺ എനർജി ഉണ്ടാവും. ഇതിന്റെ ഓപ്പോസിറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ഇതിന്റെ നേരെ തിരിച്ച് ഫോട്ടോൺ ഇലക്ട്രോണും പോസിട്രോണുമായിട്ട് മാറുന്ന പരിപാടിയാണ് പെയർ പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇതാണ് എൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സോളാർ സെൽ? സോളാർ സെല്ലിൽ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? സോളാർ സെല്ലിനെ വരയ്ക്കാം. ഇതാണ് സോളാർ സെൽ. ഇത് പി സൈഡ്, ഇത് എൻ സൈഡ്. ഓക്കെ, ഇനി ഇത് ഡെപ്ലീഷൻ റീജിയൻ ആണ്. ഇവിടെ ഹോൾസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഇവിടെ പോസിറ്റീവ്, ഓക്കെ, ഇവിടെ നെഗറ്റീവ്. ജംഗ്ഷനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇതാണ്. ജംഗ്ഷനിലെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് അറിയാം. ഇനി ഈ സോളാർ സെല്ലിൽ ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അപ്പൊ ലൈറ്റ് വന്ന് വീഴുന്നു. ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. ഇതിനകത്ത് ഹോൾസ് ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലോടും. ഓക്കെ, ഇനി അപ്പൊ ഇലക്ട്രോൺസ് എങ്ങോട്ട് ഓടും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോടും. അപ്പൊ ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോടും. ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ഓടും. ഓക്കെ, അപ്പോൾ ഇതിലെ കറണ്ട് എങ്ങനെയാണ്? ഹോൾസ് എങ്ങോട്ടാണോ അങ്ങോട്ടാണ്. അപ്പൊ ഇതിലിപ്പോ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റർ ഇവിടെ ഉണ്ടെങ്കിൽ കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? ഹോൾസ് പോകുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ. അപ്പൊ ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. കറണ്ടിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാം, പി എന്ന് എന്നിലോട്ടാണ്. ഇനി അപ്പോൾ ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ ഫ്രം എൻ ടു പി, എന്നിന്ന് പിയിലോട്ട്. മനസ്സിലായില്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇലക്ട്രോൺസ് എങ്ങോട്ട് ഓടും? ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് ഓടുന്ന? എൻ സൈഡിലോട്ട് ഓടും. അങ്ങനെ പറഞ്ഞൂടെ? ജംഗ്ഷനിലുണ്ടായ ഇലക്ട്രോൺസ് എൻ സൈഡിലോട്ടല്ലേ ഓടിയേ? അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, അടുത്തെന്താണ്? ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ സെറ്റപ്പ് ഗിവൺ. ഈ തന്നിരിക്കുന്നതിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ആദ്യത്തത് നല്ല എളുപ്പമാണ് മക്കളെ, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. നമ്മുടെ ഇവിടെ
നിങ്ങൾ തന്നെ നോക്കുക എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലേറ്റ് ഏരിയ എ എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റിനകത്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നിയറസ്റ്റ് പ്ലേറ്റ്സ് ഡി എന്നും പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ഞാൻ വരച്ച് നോക്കിയപ്പോൾ എനിക്ക് പിടികിട്ടിയ ഐഡിയ കണ്ടോ, എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതും പോസിറ്റീവ്, കണ്ടില്ലേ? എൻ്റെ ഒരു ചെറിയ ബുദ്ധിയാണ്. ഇനി അടുത്തത് ദാണ്ട് ഇത് രണ്ടും ഇതുപോലെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് ബി എന്ന് കൊടുത്തിട്ടുണ്ട്, ഇതിന് നെഗറ്റീവ് കൊടുത്താൽ ഇതും നെഗറ്റീവ്, കണ്ടില്ലേ? ഇനി നിങ്ങൾ നേരെ നോക്കുക, നന്നായിട്ട് നോക്കുക. ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഇതൊരു കപ്പാസിറ്ററാണ്. ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഒരു കപ്പാസിറ്ററാണ്. അപ്പോൾ 2 കപ്പാസിറ്റർ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ കിട്ടി. ഇനി ഇവിടെ പോസിറ്റീവുകളെ തമ്മിൽ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു, നെഗറ്റീവുകളെ തമ്മിൽ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ 2 കപ്പാസിറ്റർ ഉണ്ട്, രണ്ടിൻ്റെയും പോസിറ്റീവുകളെ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു, നെഗറ്റീവുകളെ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ. ഞാൻ എഴുതാൻ വേണ്ട. ആദ്യത്തെ സെറ്റപ്പ് 2 കപ്പാസിറ്റർ ഉണ്ട്, പോസിറ്റീവാണ് ഇത് രണ്ടും, നെഗറ്റീവ് ഇതാണ്. പോസിറ്റീവുകളെ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു, നെഗറ്റീവുകളെ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു, കണ്ടോ? അപ്പോൾ ഇതാണ്. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ കാണും? ഒരെണ്ണത്തിൻ്റെ കപ്പാസിറ്റൻസ് ε0A/d ആണ്. അപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ε0 ഇതിൻ്റെ കപ്പാസിറ്റൻസ് C1, ഇതിൻ്റെ C2. ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ കാണും? C1 + C2. രണ്ടിൻ്റെ ആൻസറും ε0A/d ആണ്. അപ്പോൾ 2 ടൈംസ് ε0A/d എന്നാണ് ആൻസർ. ഇതാണ് എ പാർട്ടിൻ്റെ ആൻസർ. ഇനി ബി പാർട്ടിലേക്ക് നമുക്ക് നോക്കാം. നമുക്കിവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് എയിൽ പോസിറ്റീവ് കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് പോസിറ്റീവ് ആവും, ഇതും പോസിറ്റീവ് ആവും. ബിയിൽ നെഗറ്റീവ് കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് നെഗറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. ഇനി നമുക്ക് നേരെ ഒന്നും കൂടെ നോക്കാം. ഇവിടെ എന്താണ്? ഇതൊരു കപ്പാസിറ്റർ, പോസിറ്റീവ് നെഗറ്റീവ്. അടുത്തത് ഇതൊരു കപ്പാസിറ്റർ, നെഗറ്റീവ് പോസിറ്റീവ്. അടുത്തൊരു കപ്പാസിറ്റർ, പോസിറ്റീവ് നെഗറ്റീവ്. കണ്ടോ? അപ്പം 3 കപ്പാസിറ്റർ ഉണ്ടെന്ന് ഒരു ഐഡിയ കിട്ടി. ഇനി പോസിറ്റീവുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ നെഗറ്റീവുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 കപ്പാസിറ്റർ പാരലൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ടെൻഷൻ പിടിക്കാൻ വേണ്ടി ഒന്നുമില്ല. 3 കപ്പാസിറ്റർ പാരലൽ, 3 കപ്പാസിറ്റർ പാരലൽ. ഇത് പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. 3 കപ്പാസിറ്റർ പാരലായാൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര എന്നാണ് ചോദ്യം. പെട്ടെന്ന് പറയാം. എന്താണ് ആൻസർ? C1 + C2 + C3. അപ്പോൾ ആൻസർ ε0A/d + ε0A/d + ε0A/d. അപ്പോൾ 3 ε0A/d എന്നാണ് ആൻസർ. കണ്ടില്ലേ? അടിപൊളിയല്ലേ? പേടിക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ ദ IV ഗ്രാഫ്സ് ഫോർ എ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ IV ഗ്രാഫുകളാണ് തന്നിരിക്കുന്നത്. 2 ടെമ്പറേച്ചറുള്ള ഗ്രാഫുകളാണ്. ഏത് ടെമ്പറേച്ചറിലാണ് റെസിസ്റ്റൻസ് ഹയർ? റെസിസ്റ്റൻസ് ഏത് അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് സ്ലോപ്പ് എടുത്താൽ എന്താ കിട്ടുക? സ്ലോപ്പ് എടുത്താൽ I/V കിട്ടുക അല്ലേ? I/V എന്ന് പറഞ്ഞാൽ എന്താണ്? 1/R ആണ്. അപ്പോൾ സ്ലോപ്പ് കൂടിയാൽ എന്താണ്? 1/R കുറയും. 1/R കൂടും, അപ്പോൾ R കുറയും. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കൂടിയാൽ 1/R കൂടും, അപ്പോൾ R കുറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോദ്യം എന്താണ്? റെസിസ്റ്റൻസ് കൂടുതൽ എപ്പോഴാണ്? അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ സ്ലോപ്പ് കുറയണം. ഓക്കെ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ സ്ലോപ്പ് കുറയണം. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതൽ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് കുറവ് ഇതിൽ ഏതിനാണ്? T2-നാണ്. അപ്പം T2-ന് എന്ത് കുറവാണ്? സ്ലോപ്പ് കുറവാണ്. ഓക്കെ, T2-ന്റെ ഗ്രാഫിന് സ്ലോപ്പ് കുറവാണ്. ഇനി അപ്പോൾ സ്ലോപ്പ് കുറവാണ്. അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. സ്ലോപ്പ് കുറവാണ്. അപ്പോൾ T2 എന്ന് പറയുന്നത് സ്ലോപ്പ് കുറഞ്ഞ ഗ്രാഫാണ്. അപ്പോൾ ആ സമയത്ത് റെസിസ്റ്റൻസ്, അപ്പോൾ സ്ലോപ്പ് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുതൽ. അടിപൊളിയല്ലേ? ഏത് ടെമ്പറേച്ചറിലാണ് റെസിസ്റ്റൻസ് ഹയർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. T2 എന്നാണ് ആൻസർ വരുന്നത്. സ്ലോപ്പ് എവിടെയാണ് കുറവ്? അപ്പോൾ T2-ലാണ് കുറവ്. അപ്പോൾ T2 ഈസ് ദ ആൻസർ. അപ്പോൾ T2 എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. സ്ലോപ്പ് എടുത്താൽ 1/R കിട്ടും. അപ്പോൾ സ്ലോപ്പ് കൂടിയാൽ R കുറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സ്ലോപ്പ് കുറവ് ഏതിനാണ്? T2-നാണ്. അപ്പോൾ R അതിന് കൂടുതലാണ്. R എപ്പോഴാണ് കൂടുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പോൾ ഏത് ടെമ്പറേച്ചറാണ് കൂടുതൽ? T2 ഈസ് ഗ്രേറ്റർ ദാൻ T. അപ്പോൾ T2 ഗ്രേറ്റർ ദാൻ T. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് ഏത് ടെമ്പറേച്ചറിലാണ്?
അറ്റ് ടെമ്പറേച്ചർ T2. ഓക്കെ, അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ. Arrangement of an oxygen with 2 hydrogen is given. And calculate the dipole moment. Express your answer in terms of EL theta. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം മക്കളെ. നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൈപോളിനെ കാണാം. അതാ ഒരു ഡൈപോൾ കണ്ടോ. അടുത്തൊരു ഡൈപോളിനെ കാണാം. എന്താ കണ്ടില്ലേ, 2 ഡൈപോളാണ്. അപ്പോൾ ആദ്യത്തെ ഡൈപോൾ മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഡൈപോൾ മൊമെന്റ് എങ്ങനെ കാണും? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. കണ്ടില്ലേ, ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ ആൻസർ. ഇവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടും അടുത്ത ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടും, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ടല്ലേ. രണ്ടിന്റെ ആൻസർ സെയിം ആണ്. അപ്പം നമ്മുടെ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സെറ്റപ്പ്. ഇതാണ് ആദ്യത്തെ ഡൈപോൾ മൊമെന്റ്, ഇതാണ് രണ്ടാമത്തെ ഡൈപോൾ മൊമെന്റ്. ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. ഓക്കെ, തീറ്റ ആണെങ്കിൽ റിസൾട്ടിന് എങ്ങനെ കാണും? നെറ്റ് ഡൈപോൾ മൊമെന്റ്, ടോട്ടൽ ഡൈപോൾ മൊമെന്റ്. ടോട്ടൽ ഡൈപോൾ മൊമെന്റ് കാണാൻ റൂട്ട് ഓഫ്, നമുക്കറിയാം വെക്ടർ എൻ്റെ സം കാണുന്നതിനുള്ള ഇക്വേഷൻ അറിയാം. എ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. അപ്പോൾ പി സ്ക്വയർ പ്ലസ് 2pp cos θ. പേടിക്കൊന്നും ചെയ്യരുത്. അപ്പോൾ റൂട്ട് ഓഫ് എന്താണ്? 2p സ്ക്വയർ പ്ലസ് 2p സ്ക്വയർ cos θ. ഓക്കെ, റൂട്ട് ഓഫ് 2p സ്ക്വയർ കോമൺ എടുത്തു, ബാക്കി 1 പ്ലസ് cos θ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താമെന്നുള്ളതാണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് 2p സ്ക്വയർ ഞാൻ അതുപോലെ എഴുതി. 1 പ്ലസ് cos θ എന്ന് പറഞ്ഞാൽ 2 cos സ്ക്വയർ θ/2 എന്നൊരു ഇക്വേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആൻസർ കിട്ടും. 2 അകത്ത് 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം വെളിയിൽ വയ്ക്കാം. പി സ്ക്വയർ അകത്തുണ്ട്, ഒരെണ്ണം വെളിയിൽ വയ്ക്കാം. cos സ്ക്വയർ θ വെളിയിൽ വരുമ്പോൾ cos θ. ഓക്കെ, ഇനി നമുക്ക് പിയുടെ വാല്യൂ കൊടുക്കാം. അപ്പം 2ql ഇൻറ്റു cos θ/2. അടിപൊളിയല്ലടാ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചാർജ് ക്യൂ എന്നല്ല ഇ എന്നാണ് എടുക്കാൻ പറഞ്ഞത്. അപ്പം 2el cos θ/2. പഠിക്കില്ല മക്കളെ? ടെൻഷൻ ഉണ്ടടാ? ടെൻഷൻ ഒന്നും വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ എന്താണ്? 2 cells of EMF E but a different internal resistance R1 and R2 are connected. വോൾട്ട്മീറ്റർ റീഡ്സ് 0. വോൾട്ട്മീറ്റർ അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് നോക്കാം. വോൾട്ട്മീറ്റർ സെല്ലിന് അക്രോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കാണുന്നത് ഒരു സെല്ലിനെ ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കിട്ടുന്നത് അതിൻ്റെ ടെർമിനൽ പി ഡി ആണെന്നുള്ള ബോധം വേണം. ഇനി ബാക്കിയൊക്കെ ഞാൻ പറയുന്നില്ല. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ആറിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇവിടെ നമുക്ക് ഒരുപാട് രീതിയിൽ കണ്ടുപിടിക്കാം. നമുക്ക് കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഐ കണ്ടുപിടിക്കാം. ഇതിനകത്ത് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് 2 സെല്ലില്ലേ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഇ എന്ന് പറയുന്നത് 2e ആണ്. അപ്പോൾ ഈ ലൈനിൽ കൂടെ ഉള്ള കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഐ എങ്ങനെ കാണും? ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കാണുക. ഇവിടുത്തെ ഐ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ടോട്ടൽ ഇ എന്ന് പറയുന്നത് 2e ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് നിങ്ങൾ തന്നെ പറയും മക്കളെ, R1 പ്ലസ് R2 പ്ലസ് R എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്കിവിടെ ഒരു സംഭവം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ടെർമിനൽ പി ഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ടെർമിനൽ പി ഡി എങ്ങനെ കാണും? ടെർമിനൽ പി ഡി എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ലൈനിലെ കറണ്ട് ഐ ആണ്, IR1 ആണ്. ഇതിൻ്റെ ആൻസറാണ് വോൾട്ട്മീറ്റർ കാണിക്കുന്നത് 0. അപ്പോൾ ഈയുടെ ആൻസർ നമുക്ക് IR1 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വാല്യൂ ഇട്ട് കൊടുക്കാം. ആറാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ ഐ ഈക്വൽ ടു ഇക്ക് പകരം 2 ഇൻറ്റു ഇക്ക് പകരം നമുക്ക് IR1 എന്ന് കൊടുക്കാം. IR1 എന്ന് കൊടുക്കാം. ഓക്കെ, IR1 എന്ന് കൊടുക്കാം. ഡിവൈഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R എന്നെഴുതാം. ഇനി ക്രോസ് ചെയ്യാം. നമുക്ക് ക്രോസ് ചെയ്യാം. 2IR1 ഈസ് ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ റെഡിയാക്കുമ്പോൾ IR1 ഈക്വൽ ടു IR2 പ്ലസ് IR എന്നാണ്. ഇനി IR1 മൈനസ് IR2 ഈസ് ഈക്വൽ ടു IR എന്നാണ്. അപ്പം അതിൽ നിന്ന് ആറാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. IR1 മൈനസ് IR2 ഡിവൈഡ് ബൈ I എന്നാണ്. അപ്പോൾ എല്ലാത്തിലും I കട്ട് ചെയ്തു.
R ഈക്വൽ ടു ഇത് വരും R1 മൈനസ് R2. അടിപൊളി, എളുപ്പമല്ലേ? നല്ല സുഖം, ചെയ്ത് ചടപട ചെയ്യുക. ഇത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ ബുദ്ധിയൊക്കെ പടപട വരണം, കൂളായിട്ടിരിക്കണം. എന്നല്ലാതെ ടെൻഷൻ പിടിച്ച് എല്ലാം കൂടെ പഠിച്ച് തലയിൽ അത് രാത്രി ഇരുന്ന് വാക്കൊഴിഞ്ഞ് മണ്ടേ കയറ്റി വെച്ചിരുന്നാൽ ഇതൊന്നും ഇറങ്ങി വരില്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Ramesh performed an experiment to determine unknown resistance using a circuit. Okay, X is the resistance box. PQ is a 100 centimeter potentiometer. അത് പൊട്ടൻഷ്യോമീറ്റർ അല്ല, മീറ്റർ ബ്രിഡ്ജ് എന്നാണ് തരേണ്ടത്. മീറ്റർ ബ്രിഡ്ജ് വയർ എന്നാണ്. ഓക്കെ, he closed the key, inserted X is equal to 1, 2, 3 etc. and recorded എന്താണ് null point L corresponding value for different value of X. Identify the principle involved. നിങ്ങൾക്കറിയാം ഇത് ഏത് സെറ്റപ്പാണ്? നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് മീറ്റർ ബ്രിഡ്ജാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഏതാണ്? വീറ്റ്സ്റ്റോൺസ് നെറ്റ്വർക്ക്. അപ്പോൾ വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ഡൗൺ ദ റിലേഷൻ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് R. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടുത്തെ അൺനോൺ റെസിസ്റ്റൻസ് ആണ് ഇവിടെ R എന്നുള്ളത് ബോധം വേണം. നമുക്കറിയാം R ഡിവൈഡഡ് ബൈ ഇത്രയും സ്ഥലം L ആണെങ്കിൽ ഇപ്പുറം 100 മൈനസ് L ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പം നിങ്ങൾ തന്നെ പറയും R ബൈ എക്സ് എടുത്താൽ എന്ത് വരും മക്കളെ? 100 മൈനസ് L ബൈ L എന്നല്ലേ വരിക. ഇനി R അങ്ങനെ കണ്ടുപിടിക്കുന്നു പെട്ടെന്ന് പറയും R ഈസ് ഈക്വൽ ടു 100 മൈനസ് L ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ L എന്നാണ്. ഓക്കെ, ആൻസർ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ തരും. 2 മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റേഴ്സ് G1 ആൻഡ് G2 identical except that they have 50 and 20 turns. രണ്ടും ഐഡന്റിക്കൽ ആണ്, പക്ഷെ ടേൺസ് മാത്രം മാറ്റം. ഇനി ആൻഡ് റെസിസ്റ്റൻസും വേറെ വേറെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഇനി പെർഫോം നഴ്സറി കാൽക്കുലേഷൻസ് ടു ചെക്ക് വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇസ് ഈക്വൽ ടു നമുക്ക് പഠിച്ചിട്ടുള്ള ABN by KR എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇനി നമ്മളിവിടുത്തെ ആദ്യത്തെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എങ്ങനെ കാണാം? A രണ്ടുപേർക്കും സെയിം ആണ്, രണ്ടുപേരുടെ B സെയിം ആണ്, നമ്പർ ഓഫ് ടേൺസ് ആദ്യത്തിൽ 50 ആണ്, ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ രണ്ടുപേർക്ക് സെയിം ആണ്, ആദ്യത്തെ റെസിസ്റ്റൻസ് 10 ആണ്. ഇനി അടുത്തെന്താണ്? രണ്ടാമത്തെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എങ്ങനെയാണ്? AB ഇൻറ്റു N, നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 20 ആണ്, ഡിവൈഡഡ് ബൈ K ഇൻറ്റു ആറിൻ്റെ വാല്യൂ 1 ആണ്. ഇനി നമുക്ക് V1 ബൈ V2 കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പം രണ്ടിലും കോമൺ ആയിട്ടുള്ളതും കട്ടാവും, കണ്ടില്ലേ? ഇനി Kയും കട്ടായി, ബാക്കി എത്ര വരും? 50 ബൈ 10 ഡിവൈഡഡ് ബൈ 20 ബൈ 1. അപ്പോൾ ആൻസർ വരുന്നത് V1 ബൈ V2 ഈസ് ഈക്വൽ ടു 50 ബൈ 10 ഇൻറ്റു 1 ബൈ 20 എന്നാണ്. ഓക്കെ, അപ്പോൾ 5 ബൈ, അപ്പോൾ ഇതും കൂടെ വിട്ടാം, ഇത് 2. ഓക്കെ, 2, അപ്പോൾ 1 ബൈ 4 എന്ന് വരും. അപ്പോൾ V1 ബൈ V2ൻ്റെ ആൻസർ 1 ബൈ 4 എന്നാണ്. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു 4 ടൈംസ് V1. അതായത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് സെക്കൻഡ് ഈസ് 4 ടൈംസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് ഫസ്റ്റ് എന്നാണ്. അടിപൊളിയല്ലേ? അടുത്ത ദിവസം ഇതാ വരുന്നു. കളിച്ചോണ്ടിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. 2 സിമിലർ കോൺവെക്സ് ലെൻസസ് ആർ മേഡ് അപ്പ് ഓഫ് 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. രണ്ട് കോൺവെക്സ് ലെൻസ് ഉണ്ട്. പടം നോക്കുമ്പോൾ ബോധം വരണം ഇത് ഇതാണെന്ന്. രണ്ട് കോൺവെക്സ് ലെൻസ് പടത്തിലുണ്ട്. അതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് അതാണ്ട് ഈ ലെൻസിൻ്റെതായി ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ഥലം ഒരു മെറ്റീരിയൽ, ബാക്കി ഷെയ്ഡ് ചെയ്ത സ്ഥലം വേറൊരു മെറ്റീരിയൽ. അടുത്ത ലെൻസിൽ ഇപ്പം ഷെയ്ഡ് ചെയ്യുന്ന ഇത്രയും സ്ഥലം ഒരു മെറ്റീരിയൽ, ബാക്കി വേറൊരു മെറ്റീരിയൽ. കണ്ടോ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ ഈ സെറ്റപ്സ്. നിങ്ങൾ തന്നെ പറയുക. എന്താണ്ട് രണ്ട് മെറ്റീരിയൽ അല്ലേ, അപ്പോൾ 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ മെറ്റീരിയലിൽ ലൈറ്റ് വീണാൽ അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഫോക്കസ് ചെയ്യുക, ഇവിടെ എവിടെയെങ്കിലും ഫോക്കസ് ഉണ്ടാവും. കണ്ടില്ലേ? ഇവിടെ എവിടെയെങ്കിലും ഒരു ഫോക്കസ് കിട്ടും. ഇനി രണ്ടാമത്തെ മെറ്റീരിയലാണ് ഇവിടെ വീണിരിക്കുന്നത്, അത് വേറെ സ്ഥലത്തായിരിക്കും അടുത്ത ഫോക്കസ് വരുന്നത്. അപ്പോൾ 2 ഫോക്കസ് കിട്ടും. കണ്ടില്ലേ? ഇനി ഇവിടെ സെക്കൻഡ് കേസിൽ ഇതാ ഈ ആദ്യത്തെ ഇതിൽ വീണ ലൈറ്റ് അടുത്ത അതേപോലത്തെ അടുത്തതിലും കൂടെ കയറിയിട്ട് ഇവിടെ വരും. ഓക്കെ, ഇവിടെ അത് തന്നെ താഴത്തെ ലൈറ്റും അതിൽ കയറിയിട്ട് അതേപോലത്തെ അടുത്തതിലും കൂടെ കയറിയിട്ട് അവിടെ തന്നെ വരും. അപ്പോൾ ഒറ്റ ഫോക്കസ്. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ 2 ഫോസൈ അല്ലേ,
ഇനി ഇതിലാണെങ്കിൽ എന്താണ് 1 ഫോക്കസ്, ഒറ്റ ഫോക്കസ് കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര ഇമേജസ് കിട്ടും? അപ്പോൾ ആദ്യത്തേൽ 2 ഇമേജസ്, പിന്നെ ഇതിനകത്താണെങ്കിൽ 1 ഇമേജ്. എന്നോട് ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നണം. അടുത്ത ദിവസം എന്താ വരുന്നു? നെയിം ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് യൂസ്ഡ് ഇൻ റഡാർ. റഡാറിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അതാണ് മൈക്രോവേവ്. ഇനി അടുത്ത ക്രിസ്റ്റലോഗ്രാഫി ഏതാണ്? ക്രിസ്റ്റൽ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്. കണ്ടില്ലേ? അടുത്ത ദിവസം എന്താ വരുന്നു? എന്താണ്? ഇൻ ദ ഫോട്ടോഗ്രാഫി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ എ. കൈനറ്റിക് എനർജി നമ്മൾ എ എന്നെടുക്കും. വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 5-0 എന്നാണ് എടുത്തത്, അതിനെ W0 എന്നെടുക്കും. ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ നമുക്ക് ന്യൂ എന്ന് വിളിക്കാം. അത് K ടൈംസ് കൂട്ടിയാൽ കൈനറ്റിക് എനർജി എങ്ങനെ മാറുമെന്നാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താണ്? H nu ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. ഇതിനകത്ത് നിന്ന് കൈനറ്റിക് എനർജി എങ്ങനെ കാണും? H nu മൈനസ് വർക്ക് ഫംഗ്ഷൻ എന്ന്. ഇതവിടെ ഇരുന്നു. ഓക്കെ, ഫസ്റ്റ് കേസിൽ കൈനറ്റിക് എനർജി നമുക്ക് എ എന്ന് വിളിക്കാം. എ ഈസ് ഈക്വൽ ടു H nu മൈനസ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് W0. ഫസ്റ്റ് കേസ്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് എത്ര? കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പുതിയ കൈനറ്റിക് എനർജി എനിക്ക് അറിയില്ല, എ ഡാഷ് എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോൾ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ എത്രയായിട്ട് മാറി? ന്യൂ എന്ന് പറയുന്നത് ദ ഫ്രീക്വൻസി ഈസ് മെയ്ഡ് K ടൈംസ് ന്യൂ. കണ്ടില്ലേ? മൈനസ് വർക്ക് ഫംഗ്ഷൻ പക്ഷെ മാറി. ഇക്വേഷൻ നമ്പർ. ഇനി നമുക്ക് ഇക്വേഷൻസ് തമ്മിൽ 2 ഇന്ന് 1 മൈനസ്. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ എ ഡാഷ് മൈനസ് എ ഇസ് ഈക്വൽ ടു എത്ര വരും? KH nu മൈനസ് H nu. ഇനി എന്താ വരിക? മറ്റേ 2 ക്യാൻസൽ ആവും, ഒരേ പോലത്തെ സാധനങ്ങൾ ക്യാൻസൽ. അപ്പോൾ എ ഡാഷ് മൈനസ് എ ഈക്വൽ ടു H nu കോമൺ, ബാക്കി K മൈനസ് ആൻസറായി. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജിയാണ്. ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജിയാണ് ലെഫ്റ്റ് കിടക്കുന്നത്. കണ്ടില്ലേ? ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി, ഒരു കൈനറ്റിക് എനർജിയിൽ നിന്ന് മറ്റേ കൈനറ്റിക് എനർജി മൈനസ് ചെയ്ത ആൻസർ ഇതാണ്. അടിപൊളിയല്ലേ? ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? എന്താണ്? ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് നിയർ പോയിന്റ് ചാർജ്. സമാധാനം. ഒരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ വന്നല്ലേ? ബാക്കി എല്ലാം നമ്മളെ വലിച്ചു കീറി ഒട്ടിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്ട്രൈറ്റ് ഒരു ക്വസ്റ്റ്യൻ. ഇത് ഡെറിവേഷൻ നമ്മൾ ധൈര്യമായിട്ട് എഴുതാം. ഞാൻ അത് എഴുതി കാണിക്കുന്നില്ല. ഫൈനലി നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തുക. 1/4πε0 Q/R. ഈ ഡെറിവേഷൻ നിങ്ങൾ തന്നെ ചെയ്യാം. അത് പറയണ്ടല്ലോ, അത് സ്ട്രൈറ്റ്. അടുത്തത് എന്താണ്? ഇതാ വരുന്നു. അടുത്തത് 5 ഐഡന്റിക്കൽ ചാർജസ് 2 മൈക്രോകൂളം ആർ ഇക്വിഡിസ്റ്റന്റ് ഓൺ സെമി സർക്കിൾ ആസ് ഇൻ ഫിഗർ. ഓക്കെ, സെമി സർക്കിളിലാണ്. ഞാൻ രാത്രിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് എൻ്റെ കണ്ണ് അങ്ങ് വല്ലാതെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ നോക്കി ഞാൻ വായിക്കുകയാണ് കേട്ടോ. അതാണ് കുനിഞ്ഞ് വായിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം ഐഡന്റിക്കൽ ചാർജസ് ആണ്. എല്ലാത്തിനെയും Q എന്ന് വിളിക്കാം. എല്ലാത്തിൻ്റെ വാല്യൂ 2 മൈക്രോകൂളമാണ്. ഇനി സെൻട്രൽ ഒരു ചാർജ് ഇരിപ്പുണ്ട് 1 മൈക്രോകൂളം. ഇനി എന്താണ് ചോദ്യം? സർക്കിളിൻ്റെ റേഡിയസ് 2 സെൻറ്റിമീറ്റർ. ഇനി കാൽക്കുലേറ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ Q. നിങ്ങൾ തന്നെ പറയാം. കണ്ട് ഈ ഞാനിപ്പോൾ റൗണ്ട് ചെയ്യുന്ന Q, ഈ സെൻട്രലിൽ ഇരിക്കുന്ന Qവിനെ റിപ്പൽ ചെയ്ത് താഴോട്ട് വിടും. കണ്ടില്ലേ? താഴെ ഇരിക്കുന്ന ഈ Q ഇവനെ മേലോട്ട് റിപ്പൽ ചെയ്യും. ഈ 2 റിപ്പൽഷനും കൂടെ ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഇനി മൈൻഡ് ചെയ്യണ്ട. ഇനി ബാക്കി റിപ്പൽസീവ് ഫോഴ്സുകളൊക്കെ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഇരിക്കുന്ന ഈ Qവിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഈ റിപ്പൽസീവ് ഫോഴ്സിനെ നമുക്ക് F എന്ന് വിളിക്കാം. എൻ്റെ ആൻസർ 1/4πε0 Q/R². ഓക്കെ, ഇനി ഇവിടെ ഇരിക്കുന്ന ഈ Q അവനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇത് 1/4πε സെയിം ഫോഴ്സ്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ അപ്പോൾ ഈ എഫിൻ്റെ ആൻസർ എത്രയാണ്? ഞാൻ എഴുതാം. F is equal to 1/4πε0 Q/R². ഇനി ഇവിടെ ഇരിക്കുന്ന ഈ Qവിനെ റിപ്പൽ ചെയ്യും. ആ ഫോഴ്സ് എത്രയാണ്? അതും F ആണ്. കണ്ടോ? അപ്പോൾ ഇപ്പോൾ എത്ര ഫോഴ്സ് ഉണ്ട് ഇവിടെ? 3 ഫോഴ്സ് ഉണ്ട്. കാൽക്കുലേറ്റ് ദ നെറ്റ് ഫോഴ്സ്. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഇവിടെ F ഇവിടെ ഉണ്ട്. F വരയ്ക്കുന്ന ശ്രദ്ധിക്കണം. ഇതാണ് ഒരു F,
ഇതാണ് അടുത്ത എഫ്. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയെന്ന് പെട്ടെന്ന് പറയണം. നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ 90 ആണ്. അപ്പോൾ ഇത് 45 ആണ്. അപ്പോൾ ഇത് 45 ആണ്. അപ്പോൾ ഇത് 45, ഇവിടെ ഇത് 45. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയായി? 90 ആയി. അപ്പോൾ ഇത് ഇവിടുത്തെ ഈ ആംഗിൾ 90 ആണ്. കണ്ടല്ലോ. അപ്പോൾ രണ്ട് എഫുകൾ ഇവിടെ ഉണ്ട്, രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കാണും. അപ്പോൾ റിസൾട്ടൻ്റ് ഓഫ് എഫ് ആൻഡ് എഫ്, എഫിൻ്റെയും റിസൾട്ടൻ്റ് നിങ്ങൾ സ്റ്റെപ്പ് എഴുതിക്കൊള്ളാം. റൂട്ട് ഓഫ് എന്താണ് ഇക്വേഷൻ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. അപ്പോൾ എഫ് സ്ക്വയർ പ്ലസ് 2ff cos 90. കണ്ടോ? cos 90 0. അപ്പോൾ റൂട്ട് ഓഫ് 2f സ്ക്വയർ. അപ്പോൾ എഫ് റൂട്ട് 2 എന്ന് വരും. കണ്ടില്ലേ? അപ്പോൾ ആ എഫ് റൂട്ട് 2 ഇതിൻ്റെ നടുക്കൂടെ വരും. അപ്പോൾ എഫ് റൂട്ട് 2 ഇതാ ഇങ്ങനെയാണ് വരും. കണ്ടില്ലേ? അപ്പോൾ ഇത് എഫ് റൂട്ട് 2 ഇങ്ങോട്ടാണ്, ഒരു എഫ് ഓൾറെഡി ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് കാണാൻ, വാട്ട് ഈസ് എ ടോട്ടൽ ഫോഴ്സ്? ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് കാണാൻ ഈ എഫും പിന്നെ എഫ് റൂട്ടും കൂടെ ആഡ് ചെയ്യാം. രണ്ടിലും കോമൺ ആണ് എഫ്, ബാക്കി 1 പ്ലസ് റൂട്ട്. കണ്ടില്ലേ? ഇനി എഫിൻ്റെ ആൻസർ എത്ര നിങ്ങൾക്ക് അറിയാം? 1/4πε0 എന്താണ് Q/r² ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2. ഓക്കെ, ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ചെയ്യണം ബാക്കി. 1/4πε0യുടെ ആൻസർ എത്രയാണ്? 9 × 10⁻⁹. ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഉണ്ട്, 2 × 10⁻⁻⁶. ഇനി അടുത്തത് സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ? 1 × 10⁻⁻⁶. ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഉണ്ട്, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × 10⁻⁻²ൻ്റെ സ്ക്വയർ. ഇനി ബാക്കി 1 പ്ലസ്. കാൽക്കുലേഷൻ ഭയങ്കര ഭീകരമായ കാൽക്കുലേഷൻ ഒന്നുമല്ല, കണ്ടുപിടിച്ചെടുക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. യൂസിങ് കിർച്ചോഫ്സ് ലോസ്. ദാണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂളും പോയിന്റ് റൂളും വെച്ച് ക്വസ്റ്റ്യൻ ഷുവറായിട്ടും കാണും. എന്താണ്? കാൽക്കുലേറ്റ് ദ കറണ്ട് I3 എന്ന് പറഞ്ഞാൽ കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ക്വസ്റ്റ്യൻ പോയ ഈ രണ്ട് കറണ്ട് വന്ന് ചേർന്നിട്ടാണ് I3 ഉണ്ടാകുന്നത്. അപ്പം ഞാൻ അവിടെ തന്നെ എഴുതിയേക്കാം. I3 എന്ന് പറയുന്നത് എന്താണ്? I1ഉം I2ഉം കൂടെ ചേരുന്നു. ഓക്കെ, ഇനി നമുക്കൊരു ലൂപ്പ് റൂൾ പ്രയോഗിച്ചാൽ എന്താണ്? BCDEB. കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ പ്രയോഗിച്ച് പറഞ്ഞു. ബി തൊട്ട് സി വരെ ആരുമില്ല, സി തൊട്ട് ഡി വരെ. I3 × 8 I3 പ്ലസ് അടുത്ത് ഡിയിലെത്തി, ഇയിലെത്തി, അവിടെ ആരുമില്ല, ഇന്ന് ബിയിലോട്ട് പോവാണ്. അപ്പോൾ ഓടിച്ചെന്ന് കയറിയത് -24 പ്ലസ് ആ ലൈനിൻ്റെ കറണ്ട് I2 ആണ്. നിങ്ങൾ പോകുന്ന ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഇൻറ്റു അവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ട്, 2ഉം 6ഉം, രണ്ടും കൂടെ ചേർന്ന് 8 = 0. ഒറ്റയടിക്ക് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് 8 I3 പ്ലസ് 8 I2. ഓക്കെ, 8 I2 = എത്ര എന്ന് വരും? = 24 എന്ന് വരും. 8 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ I2 പ്ലസ് I3 = 3 എന്ന് വരും. ഇക്വേഷൻ നമ്പർ. പ്രയാസമൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ ഇതിനകത്ത് തന്നെ ഒരു വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ I3യുടെ വാല്യൂ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ? അപ്പോൾ I2 പ്ലസ് I3യുടെ ആൻസർ I1 പ്ലസ് I2 = 3 എന്നാണ്. അപ്പോൾ ആൻസർ വരുന്നത് I1 പ്ലസ് 2I2 = 3 എന്നാണ് ആൻസർ വരുന്നത്. ഇക്വേഷനിൽ നമുക്ക് A എന്നങ്ങനെ വിളിക്കാം. ഓക്കെ, A എന്നോ 2 എന്നോ എന്തെങ്കിലും വിളിക്കുക. ഇനി നമുക്ക് അടുത്ത ലൂപ്പ് പ്രയോഗിക്കാം. ABEFA ഇതിനകത്ത് പ്രയോഗിച്ച് നോക്കും. I1 ലൈനിലുണ്ട്, അവിടെ ആദ്യത്തെ AB ആരുമില്ല, ബിന്ന് ഇയിലോട്ട് പോവാണ്, കറണ്ട് ഓപ്പോസിറ്റാണ്. അപ്പം -6 I2 ഓടിച്ചെന്ന് കയറിയിരിക്കുന്നത് +24 പ്ലസ് അടുത്ത് കറണ്ട് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ പോകുന്നതിൻ്റെ. അപ്പം -I2 × 2, അപ്പം -2 ആയി. ഇയിലെത്തി, എഫിലെത്തി, ആരുമില്ല, എഫിൽ നിന്ന് മേലോട്ട് പോവാണ്, ഓടിച്ചെന്ന് കയറിയത് -33 കറണ്ട് നിങ്ങൾ പോകുന്ന ഡയറക്ഷനിൽ തന്നെ I1 × ഇവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ട്, 1 ഉം 2, അപ്പോൾ 3 = 0. ഇനി റെഡിയാക്കാം. -6 I2 ഒറ്റയടിക്കുക. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ -8 I2 ഇനി പ്ലസ് 3 I1
ഈക്വൽ ടു 9 എന്ന് വരില്ലേ? വരും. അപ്പോൾ നമുക്കൊന്നുകൂടെ റെഡിയാക്കാം. 3i1 -8i2 ഈക്വൽ ടു 9. കണ്ടില്ലേ? ഇത് ഇക്വേഷൻ നമ്പർ എന്താണ്? ബി എന്ന് വിളിക്കാം. കണ്ടോ? ഇനി നമ്മുടെ ഇക്വേഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ എ നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3i1 + 6i2 ഈക്വൽ ടു 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 9 വരും. ഇക്വേഷൻ സി എന്ന് വിളിക്കാം. അപ്പം ഞാൻ അങ്ങോട്ട് എഴുതാം. 3i1 + 6i2 ഈക്വൽ ടു 9. കണ്ടില്ലേ? ഇക്വേഷൻ സി. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ മൈനസ് ചെയ്യാം. കണ്ടില്ലേ? സെക്കൻഡ് സി മൈനസ് ബി ആണ് ഞാൻ ചെയ്യുന്നത്. സി മൈനസ് ബി ചെയ്യുമ്പോഴത്തേക്ക് 14i2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ i2ൻ്റെ ആൻസർ 0 എന്ന് വരും. കണ്ടില്ലേ? i2ൻ്റെ ആൻസർ 0 വന്നു. ഇനി നമുക്ക് i3 ആണ് കാണേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? i2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ പുട്ട് ഇൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? i3 ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. ഇനി ആൻസർ ആയില്ലേ? അപ്പോൾ i3 ഈസ് ഈക്വൽ ടു 3 എന്നാണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളി. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ 3 ആംപിയർ എന്ന ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് ആംപിയർ സർക്യൂട്ടൽ ലോ obtain expression for magnetic field at a point perpendicular distance r from long current carrying conductor. ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല. ആംപിയർ സർക്യൂട്ടൽ തിയറം എഴുതണം ആദ്യം. എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ b dot dl is equal to mu0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്നൊക്കെ എഴുതണം. എന്നിട്ട് നമ്മുടെ വയർ വരയ്ക്കണം. ഓക്കെ. എന്നിട്ട് ഇതിൽ നിന്ന് 6 ഡിസ്റ്റൻസിലുള്ള പോയിന്റ് മാർക്ക് ചെയ്യണം. ബാക്കി സർക്കുലർ ആംപീരിയൽ ലൂപ്പൊക്കെ എടുത്തിട്ട് ഈ പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അത് ഞാൻ പറയേണ്ട, സ്ട്രൈറ്റ് നിങ്ങൾ പഠിച്ച ഡയറക്ഷനാണ്. mu0/4π 2i/r എന്നാണ് ആൻസർ വരിക. ഓക്കെ. അത് ഞാൻ ചെയ്യുന്നില്ല. സ്ട്രൈറ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയതാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കണ്ടോ? എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ സ്റ്റുഡൻറ് റെക്കോർഡ്സ് ദ ഫോളോയിങ് ഡാറ്റ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ പോയിന്റ്സ് at a distance x from center of circular loop of radius a and carrying current I എന്നാണ്. സർക്കുലർ ലൂപ്പിന്റെ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് അറിയാം. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? mu0/4π 2πi/r². r എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ഇപ്പൊ a by r² + x² the whole raised to 3/2. a² + x² whole raised to 3/2 എന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആദ്യം എക്സിന്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആൻസർ എത്ര വരും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ആൻസർ mu0/4π 2πia²/a³ എന്ന് വരും. അപ്പൊ ആൻസർ b is equal to mu0/4π 2πi/a. ഇതിനെ നമ്മൾ b0 എന്നാണ് വിളിക്കുന്നത്. അപ്പൊ b0യുടെ ആൻസർ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തെടുക്കാം. 2π നമുക്ക് അങ്ങ് വെട്ടാം. അപ്പൊ ഇവിടെ ഒരു 2 വരും. അപ്പൊ mu0i/2a. കണ്ടോ? ഇതാണ് x is equal to 0 ഉള്ള സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ. അതിവിടെ തന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇവിടെ നിങ്ങൾ വെരിഫൈ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ നമുക്ക് a കൊടുക്കാം. വേറെ കളർ ഇങ്ക് ഞാൻ എടുക്കാം. എക്സിന്റെ വാല്യൂ നമുക്ക് a എന്ന്. ഈ എക്സിന്റെ വാല്യൂ നമുക്ക് a കൊടുത്താൽ ഈ ഇക്വേഷനിലെ എങ്ങനെ വരും? b is equal to mu0/4π 2πia² പ്ലസ് എക്സിന്റെ വാല്യൂ a കൊടുക്കുക, a². അപ്പൊ എത്ര? 2a² ഹോൾ റൈസ് ടു 3/2. ആൻസർ ഇതാ വരുന്നു. mu0/4π 2πia² ഡിവൈഡഡ് ബൈ 2 raised to 3/2 a² the whole raised to 3/2. അപ്പൊ a³ വരും. ആ a³ a² കൂടെ വെട്ടുമ്പോൾ അതാ ഒരു a വരും. കണ്ടില്ലേ? ഇനി 2 raised to 3/2നെ നമുക്ക് 2 × 2 raised to 1/2 എന്ന് എഴുതി കൂടെ? എഴുതാം. ഇനി വെട്ടാനുള്ളതിനേക്ക് നമ്മുടെ
പഴയ μ0I/2a അങ്ങ് ക്രോസ് ഇത് വെട്ടുമ്പോഴത്തേക്ക് ഞാൻ വെട്ടുകയാണേ. അപ്പം ഇതിവിടെ 2 വരും. എന്നിട്ട് ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ പോകണം. μ0 2a ഉണ്ട്, പിന്നെ I. അപ്പം ഇത്രയും സ്ഥലം B0 ആണ്. B0 ആണ് ഡിവൈഡ് ബൈ 2 × 2⁻1/2 എന്ന് പറഞ്ഞാൽ റൂട്ട്. കറക്റ്റാണ്. അതും കറക്റ്റാണ്. ഇനി അടുത്ത വെരിഫൈ ചെയ്യാനുള്ളത് എക്സിൻ്റെ വാല്യൂ 2a കൊടുക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2a എടുത്തേ. നമുക്ക് വേറെ കളർ ഷെയ്ഡ്, വേറെ നീല കളർ ഷെയ്ഡ് b is equal to μ0/4π 2πIa² divided by a² പ്ലസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് 3a കൊടുക്കണം. അതല്ലേ പറഞ്ഞത്? ഓക്കെ. എക്സിൻ്റെ വാല്യൂ 3a കൊടുത്താൽ എത്ര വരും? 3a² a². എക്സിന് പകരം 3 9a². ആൻസർ എത്ര വരും? എക്സിന് പകരം 2a കൊടുക്കണ്ടേ? 2a കൊടുത്തില്ലല്ലോ. 4a². ആൻസർ എത്ര വരും? അപ്പം μ0/4π സ്ഥലമില്ല, അതാണ് മെയിൻ പ്രശ്നം. μ0/4π 2πI. നിങ്ങളുടെ ക്വസ്റ്റൻ എല്ലാം വലുതാണ്, സ്ക്രീൻ നിറഞ്ഞിരിക്കും. പിന്നെ എനിക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടുന്നില്ല. അപ്പോൾ IA² ഡിവൈഡഡ് ബൈ 5a² എന്നാണ്. 5a² എന്നാണ് വരുന്നത്. അല്ല, റൈസ് ടു 3/2 എവിടെ പോയി? 5a² റൈസ് ടു 3/2. ഓക്കെ, നമുക്ക് റെഡിയാക്കാം. ഇവിടെ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ 2 വരും. അപ്പം μ0 അവിടെ IA² ഡിവൈഡഡ് ബൈ ഒരു 2 ഉണ്ട്, പിന്നെ 5⁻3/2 ഉണ്ട്, a³ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വെട്ടുമ്പോൾ ഇവിടെ താഴെ a വരും. ഇനി ഞാൻ റെഡിയാക്കാം. μ0I2a ഇത്രയും സാധനം B0 ആണ്. അപ്പം B0 ഡിവൈഡഡ് ബൈ 5⁻3/2 എന്ന് പറഞ്ഞാൽ 5 × 5⁻1/2 എന്നാണ്. എന്ന് പറഞ്ഞാൽ B0 ഡിവൈഡഡ് ബൈ 5 × √5 എന്നാണ്. കറക്റ്റ്. അതും കറക്റ്റാണ്. ഇനി ഒരെണ്ണം കൂടെ വെരിഫൈ ചെയ്യണം. ഓക്കെ, എല്ലാം വെരിഫൈ ചെയ്തല്ലേ പറ്റൂ. നമുക്ക് അല്ലേ എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് എക്സിന് പകരം 2a കൊടുക്കാം. അപ്പോൾ എക്സിന് പകരം 2a കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷനിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b = μ0/4π 2πIa² ഡിവൈഡഡ് ബൈ a² പ്ലസ് x²ന് പകരം 3a², 9a², the whole raised to 3/2. അപ്പോൾ ആൻസർ വരുന്നത് μ0/4π 2πIa² ഡിവൈഡഡ് ബൈ 10a² റൈസ് ടു 3. അപ്പോൾ 10 റൈസ് ടു 3/2 വരും, a² റൈസ് ടു 3/2. അപ്പോൾ a³ വരും. അപ്പോൾ a³ ഇതിവിടെ വെട്ടുമ്പോഴത്തേക്ക് ഇവിടെ a താഴെ വരും. ഇത് രണ്ടും കൂടെ വെട്ടുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 2 വരും. ഓക്കെ, ഇനി μ0I/2a എന്ന് പറഞ്ഞാൽ B0 ആണ്. അപ്പം B0 ഡിവൈഡഡ് ബൈ 10 റൈസ് ടു 3/2 അത് വരും 10 × 10 റൈസ് ടു 1/2 എന്ന് എഴുതാം. എന്ന് പറയുമ്പോൾ B0/10 × √10. കറക്റ്റാണ് മക്കളെ, അതും കറക്റ്റ്. ഇത്രയും വെരിഫൈ ചെയ്തേക്കണം. നിങ്ങളെ ഊപ്പടഞ്ഞ് വരുത്തിയിട്ട് ഉണ്ടല്ലേ 3 മാർക്ക് എന്നാലേ അവർ തരും. ഇങ്ങനെ ഉണ്ട്, പൊളിയല്ലേ? ഓക്കെ, നമ്മൾ കൺട്രോൾ കംപ്ലീറ്റ് പോകും. ഒരു സ്ക്വയർ എടുക്കുന്നത് തെറ്റിയാൽ സെണ്ടും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യും. അടുത്തത് ഇതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആൻ ഇലക്ട്രോൺ മൂവിങ് അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ് വിത്ത് വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി അലോങ് എക്സ് ആണ്. എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് Y. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് അലോങ് Y ആക്സിസ് ആണ്. അപ്പം ഇലക്ട്രോൺ കയറുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പം എന്ത് സംഭവിക്കും? തീറ്റയുടെ വാല്യൂ വിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90 ആണ്. അങ്ങനെയാണെങ്കിൽ what is the force acting on the particle? Force is equal to QVB sin 90 എന്ന് പറയുമ്പോൾ QVB ആണോ? ഈ ഫോഴ്സ് പാർട്ടിക്കിളിന് കറങ്ങാൻ വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കും, mv² / r ആണോ?
അപ്പോൾ പാർട്ടിക്കിൾ വിൽ ഷുവർലി മൂവ് ഇൻ സർക്കുലർ പാത്ത്, അത്രയേ ഉള്ളൂ. സോ QVB, അപ്പം എൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? QVB പ്രൊവൈഡ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദ പാർട്ടിക്കിൾ ആൻഡ് ഹെൻസ് ദ പാർട്ടിക്കിൾ വിൽ മൂവ് ഇൻ സർക്കുലർ പാത്ത്. കാൽക്കുലേറ്റ് ദ റേഡിയസ്. ഇതിൽ നിന്ന് റേഡിയസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? mv/qb. നിങ്ങൾക്ക് അറിയാമെന്നുള്ളതല്ലേ, mv/qb. ഓക്കെ, ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കണം. മാസ് ഓഫ് പാർട്ടിക്കിൾ 9.1 × 10⁻⁻31. വെലോസിറ്റി 8 × 10⁻⁷. ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ 1.6 × 10⁻⁻19. ബിയുടെ വാല്യൂ 1.3 × 10⁻⁻3. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ദാറ്റ് മച്ച് മീറ്റർ ചെയ്തു. എളുപ്പമല്ലേ? കൊച്ചു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 13. സ്റ്റഡി ദ ഡയഗ്രാം. സ്റ്റഡി ചെയ്ത് നമ്മൾ ഒരുപാട് വരെയാണ്. എന്താണ്? ഐഡന്റിഫൈ ദ ഫോളോയിങ്. താഴെ പറയുന്ന ഇത് വേവ് ഫ്രണ്ടുകളാണ്. എസ് എന്ന് പറഞ്ഞ ഒരു സോഴ്സ് ആണ്. അത് ഒരു എസ് എന്ന് പറയുന്ന ഒരു സ്ഫിയറിനെ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇരിക്കട്ടെ. ആദ്യത്തെ വേവ് ഫ്രണ്ട് ഇതാ വന്നിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ വേവ് ഫ്രണ്ട്. ഉണ്ടോ? ഇപ്പം വരച്ചതാണ്. പ്രൈമറി വേവ് ഫ്രണ്ട് എന്നാണ് അതിൻ്റെ പേര്. ABCD എന്നാണ് അതിൻ്റെ പേര്. സെക്കൻഡറി വേവ് ഫ്രണ്ട് അടുത്തതാണ്. അടുത്ത വേവ് ഫ്രണ്ട് ഇതാ A', B', C', D'. വേവ് നോർമൽ. വേവ് നോർമൽ എന്ന് പറഞ്ഞാൽ വേവ് ഫ്രണ്ടിന്റെ നോർമൽ. വേവ് ഫ്രണ്ടിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേകളുടെ പേര് എഴുതാനാണ്. ഏതൊക്കെയാണ്? ആദ്യത്തെ പേര് എന്താണ്? AN. SAN കണ്ടില്ലേ? SA'. അടുത്തതിൻ്റെ പേര് SBB'. അടുത്തതിൻ്റെ പേര് SCC'. അടുത്തതിൻ്റെ പേര് SDD'. ഇതെല്ലാം വേവ് നോർമൽസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ. അടിപൊളി. അടുത്തതിലേക്ക് പോവാം. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഷോ ദാറ്റ് ദ ഫ്രിഞ്ച് വിഡ്ത്ത്, ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു, ബാൻഡ് വിഡ്ത്ത് നമ്മൾ ബീറ്റയാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ഇപ്പോൾ ഒരു W എന്ന് കൊടുത്തിരിക്കുന്നു. അത് λd/d ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ യങ്സ് എക്സ്പെരിമെന്റ് നമ്മുടെ എഴുതി തകർക്കാൻ നിങ്ങൾക്ക് അറിയാം. പ്രൂവ് ചെയ്യുക. ബീറ്റ ഈസ് ഈക്വൽ ടു λd/d. അടിപൊളി. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ആകെ ഇത്ര നേരം വന്നത് സ്ട്രൈറ്റ് ആയിട്ട് 3 ക്വസ്റ്റ്യൻ ആണെന്നുള്ള ഓർമ്മ വേണം. അടുത്തത് വരുന്നു. വിത്ത് റെഫറൻസ് ടു ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇപ്പം ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യണം? ആൻസർ ദ ഫോളോയിങ്. നമുക്ക് സന്തോഷമായിട്ട് നോക്കാം. അതുകൊണ്ട് ഇവിടെ ആദ്യത്തെ സർഫസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റിൽ ഒബ്ജക്റ്റ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. O എന്നാണ് പേര്. ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് U1 എന്ന് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ സർഫസിൽ നിന്ന്. ആദ്യത്തെ സർഫസിൻ്റെ ഇമേജ് ആണ് I1. അതിലേക്കുള്ള ഡിസ്റ്റൻസ് അതിനകത്ത് പിക്ചറിനകത്ത് V1 എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? അപ്പം ആദ്യത്തെ സർഫസിൻ്റെ U-യും V-യും U1-ഉം V1. രണ്ടാമത്തെ സർഫസിൻ്റെ നിങ്ങൾ നേരെ നോക്കുക. അത് ഞാൻ വേറെ കളർ ഇങ്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ സർഫസിൻ്റെ അത് ഓബ്ജക്റ്റ് ഏതാണ്? I1 ആണ്. ഓക്കെ, അതിൻ്റെ ഇമേജ് ആണ് I. അപ്പോൾ ആ ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരം നമ്മൾ എന്താണ് എഴുതിയത്? U2 എന്ന് മാർക്ക് ചെയ്ത്. ഇനി ഇമേജ് I, അതിലേക്കുള്ള ദൂരം V2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് സർഫസിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് U1 V1. അടുത്തേണ്ടത് V2 U2. ഓക്കെ, അത്രയും. ഇനി റേഡിയസ് R1-ഉം R2 ആണ്. റയറർ മീഡിയത്തിൻ്റെത് μ1-ഉം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡെൻസറിൻ്റെത് μ2. ഫസ്റ്റ് സർഫസിന് ഓബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്? റയറർ മീഡിയത്തിലും. സെക്കൻഡ് മീഡിയത്തിനെ സംബന്ധിച്ച് ഓബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നത്? ഡെൻസർ മീഡിയത്തിലുമാണ്. അപ്പോൾ ഫസ്റ്റിന് റയറർ. ഇനി അപ്ലൈ ദ ഫോർമുല ഓഫ് റിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്പെറിക്കൽ സർഫസ് ടു ഫസ്റ്റ് സർഫസിന്റെ ഇക്വേഷൻ ഇടാം. ഓക്കെ, ശരിയാക്കാം. എന്താണ്? ഓബ്ജക്റ്റിന്റെ റയറർ മീഡിയമാണ്. എന്താണ് ഇക്വേഷൻ? N2/V മൈനസ് N1/U ഇസ് ഈക്വൽ ടു N2 മൈനസ് N1/R എന്നാണ് നമ്മുടെ ഫോർമുല. ഇത് അങ്ങോട്ട് ഫസ്റ്റ് സർഫസിന് അങ്ങോട്ട് പ്രയോഗിച്ചു കൊടുക്കണം. ഇവിടെ N2-ന് പകരം μ2 അല്ലേ ബൈ V. V എന്ന് പറഞ്ഞാൽ എന്താണ്? V എന്താണ്? ഫസ്റ്റ് സർഫസിന്റെ V ഏതാണ്? V1. ഫസ്റ്റ് സർഫസിന്റെ V എന്താണ്? V1 ആണ്. V1 മൈനസ് N1-ന് പകരം μ1 ഡിവൈഡ് ബൈ ഫസ്റ്റ് സർഫസിന്റെ U എന്താണ്? U1 is equal to N2 മൈനസ് N1/R എന്താണ്? R. കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സർഫസിന് അപ്ലൈ ചെയ്യാനാണ് അടുത്തത്. രണ്ടാമത്തെ സർഫസിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എഴുതാം. എന്താണ്? രണ്ടാമത്തെ സർഫസിന് ഓബ്ജക്റ്റ് ഈസ് ഇൻ ഡെൻസർ മീഡിയം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും?
n2 by u minus n1 by v equal to n2 minus n1 by r എന്നാണ് നിങ്ങൾ പ്രൂവ് ചെയ്തത്. ഇതിൽ വാല്യൂ മാറ്റുക. അപ്പോൾ n2 പകരം mu2 by u. സെക്കൻഡ് സർഫസിന്റെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? u2 ആണ്. ഓക്കെ, u2 ആണ്. ഇനി മൈനസ് n1 by v എന്താണ്? അതിൻ്റെത് v2 ആണ്. ഇസ് ഈക്വൽ ടു n2 mu, അത് n2 ഇവിടെ ഒരു mu2 വരും. ഇവിടെ mu2 മൈനസ് mu1 by r2 എന്നാണ്. മേളിൽ ഞാൻ കറക്റ്റ് ചെയ്തു എഴുതി. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങളിവിടെ ചില കാര്യങ്ങൾ സൂക്ഷിച്ച് നോക്കണം. നിങ്ങളിവിടെ നേരെ പിക്ചറിലോട്ട് നോക്കിയാൽ ചില കാര്യങ്ങൾ അതിൽ മനസ്സിലാവും. ലെൻസ് എന്ന് പറയുന്നത് നമ്മളൊരു തിൻ ലെൻസ് എന്നാണ് പറയുന്നത്. അപ്പം തിൻ ലെൻസ് ആണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച ഫോർമുല നിങ്ങൾ ഓർമ്മിക്കണം. ഇതാണ് ഓബ്ജക്റ്റ്. ഫസ്റ്റ് ലൈറ്റ് ഇവിടെ വീഴുന്നു. ഫസ്റ്റ് സർഫസ് ഒരു ഇമേജ് ഉണ്ടാക്കുന്നു. ഓക്കെ, I1. ഇത് സെക്കൻഡ് സർഫസിന്റെ ഓബ്ജക്റ്റ് ആയിട്ട് പറയുകയും ഫൈനൽ ഇമേജ് ആയി ഇവിടെ ഉണ്ടാകുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ദൂരം നമ്മൾ u എന്ന് എടുത്തു. അടുത്തത് ഇതിലേക്കുള്ള ദൂരം നമ്മൾ v1 എന്നോ v' എന്നോ എടുക്കാം. ഈ ദൂരം നമ്മൾ v എന്നും എടുത്തു. ഇങ്ങനെയാണ് നമ്മൾ എടുത്ത് ചെയ്തത്. അതായത് ഇപ്പൊ ഇവിടെ ടെൻഷൻ പിടിക്കാൻ വേണ്ടി ഒന്നുമില്ല. രണ്ട് സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആയിട്ട് അങ്ങ് എടുത്താൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സർഫസിൽ നിന്നും ഇതിൽ മാർക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. ഈ സെക്കൻഡ് ഇക്വേഷനെ നമുക്കൊന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനെ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. ആദ്യത്തെ കേസ് ഞാൻ എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ കേസും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി കമ്പൈൻ ദീസ് ടു ഗെറ്റ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, അതാണ് ഉദ്ദേശിക്കുന്നത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉണ്ടാക്കിയെടുക്കണം, അതാണ് റെഡി. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. u2 പകരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. u2 എന്ന് പറയുന്നത് ദാണ്ടെ ഇതാണ്. ഇത് തന്നെയാണ് ദാണ്ടെ ഇത്. ഓക്കെ, അപ്പൊ u2 എന്ന് പറയുന്നത് v1 തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് mu2 by v1 തുല്യമാണ്. മൈനസ് mu1 ഡിവൈഡഡ് ബൈ v2 പകരം എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? അപ്പൊ v2 തന്നെ എഴുതാം, ഒന്നും ചെയ്യണ്ട. സീക്വൽ ടു mu2 മൈനസ് mu1 by r2 എന്ന് എഴുതി. ഇപ്പൊ രണ്ട് ഫോർമുല ഇവിടെ ഉണ്ട്. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ഉണ്ട്. ഈ രണ്ട് ഫോർമുലകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം, മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? mu2 by v1 ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും? ഫസ്റ്റ് മൈനസ് സെക്കൻഡ് ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് mu1 by u1 മൈനസ് പ്ലസ് mu1 by v2 ഈസ് ഈക്വൽ ടു mu2 മൈനസ്, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ചെയ്യാം, mu2 മൈനസ് mu1 രണ്ടിൽ കോമൺ ഉണ്ട്. ബാക്കി 1 by r1 മൈനസ് 1 by r. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ നോക്കുക, നേരത്തെ ഉള്ളതുമായിട്ട് എന്താണ് വ്യത്യാസം? u1 എന്നെടുത്തതിനെ നമ്മൾ പണ്ട് u എന്നാണ് എടുത്തത്. ഇനി നിങ്ങൾ അങ്ങനെ ഇട്ടോ. അപ്പം mu1 by u പ്ലസ് mu1 by എന്താണ് നമ്മൾ v2 എന്ന് പറയുന്നതിന് പകരം എന്താണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്? v2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇമേജിലേക്കുള്ള ദൂരമാണ്. ഫൈനൽ ഇമേജ് അല്ല, നമ്മുടെ v2 എന്ന് എടുത്തിരിക്കുന്നത് ഏതാണെന്ന് നേരെ നോക്കുക. സെക്കൻഡിന്റെ ഇമേജ് ആണ്. സെക്കൻഡ് സർഫസിന്റെ ഇമേജ് ഏതാണ്? സെക്കൻഡ് i. അപ്പൊ v ആണ് ഇവിടെ എഴുതേണ്ടത്. v. അടുത്തത് ഈസ് ഈക്വൽ ടു mu2 മൈനസ് mu1 ഇൻറ്റു 1 by r1 മൈനസ് 1 by r. അതിന് പേടിക്കണ്ട. ഇനി ബാക്കി ഞാൻ മേലിലോട്ട് എഴുതാം. ഇതിനകത്തുനിന്ന് മൊത്തത്തിന് mu1 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ബാക്കി 1 by v മൈനസ് 1 by u ഈസ് ഈക്വൽ ടു mu2 by mu1 മൈനസ് 1 ഇൻറ്റു 1 by r1 മൈനസ് 1 by r. ലെറ്റേഴ്സിനെ മാറ്റി പഴയതുപോലെ ആക്കുക. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കിട്ടാവും. ഇതിന് 1 by v മൈനസ് 1 by u എന്താണ്? 1 by f ഈസ് ഈക്വൽ ടു ഇതിനെ mu2 1 മൈനസ് 1 ഇൻറ്റു 1 by r1 മൈനസ് 1 by r. ഓക്കെ,
ഇപ്പം ലെൻസ് മേക്കേഴ്സ് ഫോർമുല തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്, പക്ഷേ നമ്മളൊന്ന് കൊനസ്റ്റാക്കി നമ്മളൊന്ന് പേടിപ്പിച്ചു അത്രേ ഉള്ളൂ. അടുത്തതാ വരുന്നു. എ സ്റ്റുഡൻറ് സ്റ്റഡീസ് ഡീറ്റെയിൽസ് ഓഫ് മൈക്രോ ഓർഗാനിസം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്. നെയിം ദ ഇൻസ്ട്രുമെന്റ്. ഏതാണ്? അറിഞ്ഞുകൂടാ. ഉയ്യോ, ഭയങ്കര ക്വസ്റ്റൻ ആയിപ്പോയി അല്ലേ. എന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ആദ്യത്തെ ക്വസ്റ്റൻ ആൻസറായി. ഡ്രാ ലേബിൾഡ് റേ ഡയഗ്രാം. ഓക്കെ, ഇമേജ് ഫോംഡ്. ഏത് പൊസിഷനാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ്? നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമല്ലോ, ഞാൻ വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഓബ്ജക്റ്റിനെ അപ്രൈറ്റ് ആയിട്ട് വരയ്ക്കണം. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ വരച്ചത്? അത് വരയ്ക്കുക. എന്താണ്, വേറെ ഒന്നുമില്ല. എന്നിട്ട് എഴുതി കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ലൈൻ്റെ മാഗ്നിഫൈങ് പവറിൻ്റെ ഇക്വേഷനും കൂടെ ഒന്ന് എഴുതിയിരിക്കണം. അല്ലാതെ പടം മാത്രം വരച്ചു വയ്ക്കരുത്. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. അപ്പം 4ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? In hydrogen atom, electron jumps from first excited state to ground state. Ground state in the first excited state ലോട്ട് ചാടിയിട്ടുണ്ട്. ഓക്കെ, yes, അങ്ങനെ തന്നെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോയിട്ടുണ്ട്. ഫോട്ടോൺ ഈസ് എമിറ്റഡ്. സംശയമൊന്നുമില്ല. ദിസ് ഫോട്ടോൺ ഇൻസിഡന്റ് ഓൺ മെറ്റൽ സർഫസ് ഹാവിംഗ് വർക്ക് ഫംഗ്ഷൻ 2 eV. ഈ സാധനം 2 eV വർക്ക് ഫംഗ്ഷനുള്ള മെറ്റലിൽ ചെന്ന് വീണു. കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് E1 ആൻസർ നിങ്ങൾക്ക് അറിയാം. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി -13.6 എന്നാണ്. ഇക്വേഷൻ -13.6/n² എന്നാണ്. അപ്പം -13.6/1². ആൻസർ -13.6 eV എന്നാണ്. E2 ആൻസർ -13.6/2² എന്നാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ എത്ര വരും? -13.6 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ആൻസർ -3 പോയിന്റ് സംതിങ് വരും. ഓക്കെ, 3.4. ഓക്കെ, 3.4 ഓക്കെ. ഇനി E2 - E1 എത്രയാണ്? E2 - E1 = -3.4 -13.6. അപ്പം -3.4 + 13.6. അപ്പോൾ 13.6 3.4 എത്ര വരും? 10.2. അപ്പം 10.2 eV ആണ്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് ചാടുന്നു. അപ്പോൾ എത്ര എനർജിയുള്ള ഫോട്ടോൺ ആയിരിക്കും എമിറ്റ് ചെയ്യുക? 10.2 eV എനർജിയുള്ള ഫോട്ടോൺ ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. ഇത് എന്ന് വർക്ക് ഫംഗ്ഷൻ 2 eV ഉള്ള മെറ്റലിൽ വീഴുന്നു. കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ്? hν = വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി എന്നാണ്. ഓക്കെ, ഇനി hν = വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജിക്ക് നമുക്ക് EV എന്ന് വിളിക്കാം. ഈ V നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇവിടെ hν എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എത്രയാണ്? എനർജി 10.2 ആണ്. = വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ് പ്ലസ് E × V എന്നാണ്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 8.2 eV = EV എന്നാണ്. അപ്പോൾ അപ്പുറം E കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആൻസറായി. വോൾട്ടേജ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ = 8.2 വോൾട്ട്. കണ്ടോ? കൂടുതൽ ഗവേഷണം നടത്തികളായത് സ്ട്രൈറ്റ് ആയിട്ട് ആൻസർ കിട്ടും. 8.2 eV എന്നാണ് ആൻസർ കിട്ടിയത്. ഇതിൻ്റെ ആൻസർ എഴുതിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അത് കാണാം. ഓക്കെ, ശരിയായിരിക്കും. ശരിയാണ്, കിട്ടി. ഓക്കെ, അടുത്തതാ വരുന്നു. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് കയറുകയാണ്. ഡിഫൈൻ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. നമുക്കറിയാം ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു I. ഓക്കെ, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Li. L ഈസ് കോൾഡ് എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ്. അതൊക്കെ എഴുതാം. ഇപ്പോൾ L ഈസ് ഈക്വൽ ടു 5/I. ഇത് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലക്സ് ഫോർ യൂണിറ്റ് കറണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് എ ഫ്ലക്സ് ഫോർ യൂണിറ്റ് കറണ്ട്. അത്രയും. ഓക്കെ, ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ഫുള്ള് കിട്ടും. ഇനി അടുത്തെന്താണ്? കൺസിഡർ AC സോഴ്സ്. ഫ്രീക്വൻസി എന്തിനുണ്ട്? ഫ്രീക്വൻസി 200/π. അങ്ങനെയാണെങ്കിൽ ഒമേഗ എത്ര വരും? 2πν. അപ്പോൾ 2π × 200/π. അപ്പോൾ π വെട്ടിപ്പോയി, ആൻസർ 400. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി
ഈ പറഞ്ഞിരിക്കുന്ന ഫോർ ഈച്ച് VI ടാബുലേഷൻ കാൽക്കുലേറ്റ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് സെൽഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എങ്ങനെ കാണുന്നത് XL = L ഒമേഗ. ഓക്കെ, ഇനി L ഒമേഗ ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കാണാം. എങ്ങനെ കാണും? ഇപ്പോൾ L പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണും. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ആദ്യത്തെ കേസിൽ നമുക്ക് V = IR എന്നല്ലേ? ഓക്കെ, അപ്പോൾ R = V/I എന്നല്ലേ? ഇവിടെ ആറിൻ്റെ പകരമാണ് ഇവിടെ XL. അപ്പോൾ XL = V/I. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പേടിക്കുകയും ചെയ്യരുത്. അപ്പോൾ V/I. അപ്പോൾ നിങ്ങൾ 3/0.5 ചെയ്ത് നോക്കുക, 6 എന്ന് വരും. ഓക്കെ, 6 എന്ന് വരും. കണ്ടോ? അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 6 ആണ്. ഇവിടെ അത് തന്നെ എന്താണ് 6 V/I. ഇവിടെ 6 ഓം വരും. ഇവിടെ 9/1.5. ഇവിടെയും 6 ഓം വരും. 3 കേസിലും ആ കോളം നമ്മൾ ഫില്ല് ചെയ്തു. ഇത് കോളം വരച്ച് തന്നെ എഴുതാം. ഇനി സെൽഫ് ഇൻഡക്റ്റൻസ് L കണ്ടുപിടിക്കുക. L കണ്ടുപിടിക്കാനുള്ള വഴി പറ. XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. അപ്പോൾ L എങ്ങനെ കാണും? XL / ഒമേഗ. XLൻ്റെ ആൻസർ ആദ്യം 6 ആണ്. ഒമേഗയുടെ ആൻസർ 400 ആണ്. കണ്ടില്ലേ? അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാ കേസിലും ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ 3/200 കണ്ടില്ലേ? 3/2 എത്ര? 1.5. 1.5 / 100. അപ്പോൾ ആൻസർ എത്ര വരും? 0.015. ഇവിടെ 0.015 0.15 0.015 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെൻറി. ചെയ്തോ? എല്ലാ കേസിലും സെയിം അല്ലേ? പ്രയാസമൊന്നുമില്ലല്ലോ. അടിപൊളിയാണ്. നല്ല ക്വസ്റ്റ്യൻ. പിന്നെ if a DC source is connected to the same coil, what would be the value of inductive reactance? DC ആണെങ്കിൽ ഫ്രീക്വൻസി 0 ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XLൻ്റെ ആൻസർ L ഒമേഗ. അപ്പോൾ L എഴുതി, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν ആണ്. അപ്പോൾ ന്യൂവിന് വരെ 0 കൊടുത്തേ. അപ്പോൾ ആൻസർ 0. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. എന്താണ്? 3 students X, Y, Z performed experiment for studying variation of AC the frequency for LCR circuit. Graph കിട്ടിയെന്ന്. They all used AC source of same EMF and inductance of same value. ആയിക്കോട്ടെ. Who used minimum resistance? അതിനകത്ത് ആരാണ് മിനിമം റെസിസ്റ്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത്? അതിനകത്ത് മിനിമം റെസിസ്റ്റൻസ് ഉപയോഗിച്ച ആരും? മിനിമം റെസിസ്റ്റൻസ് എപ്പോഴാണ്? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. മിനിമം റെസിസ്റ്റൻസ് ഉപയോഗിച്ചത് ആരാണ് എന്നാണ്. എപ്പോഴാണ് മാക്സിമം കറണ്ട് വരുന്നത് റെസൊണൻസിൽ? അങ്ങനെയെങ്കിലും ചിന്തിക്കുക. അപ്പോൾ XL ഉം XC സെയിം ആണ്. Z കാണാനുള്ള ഇക്വേഷൻ √R² + XL - XC ² എന്നാണ്. XL ഉം XC 0 ആയതുകൊണ്ട് Z-ൻ്റെ ആൻസർ 6 എന്ന് വരും അല്ലേ? ഇനി 6 മിനിമം ആയാൽ I മാക്സിമം ആവൂലേ? ഓക്കെ, അപ്പോൾ I മാക്സിമം ആണ് ഇവിടെ. പീക്ക് മാക്സിമം അല്ലേ? I മാക്സിമം ആണ്. I മാക്സിമം ആകുമ്പോൾ 6 മിനിമം. അപ്പോൾ ഏതൊക്കെ? ഹൂ യൂസ്ഡ് മിനിമം? അപ്പോൾ X യൂസ്ഡ് മിനിമം. കണ്ടോ? അടിപൊളിയല്ലേ? ഇനി ഇൻ വിച്ച് കേസ് ക്വാളിറ്റി ഫാക്ടർ ഈസ് മാക്സിമം? ക്വാളിറ്റി ഫാക്ടർ ഏറ്റവും അപ്പോൾ കറണ്ട് നല്ല ഷാർപ്പായിട്ട് കിട്ടുന്ന കേസ് ഏത്? അത് X ആണ്. What did the students conclude about the nature of impedance at resonance frequency? At resonance frequency എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത്? റെസൊണൻസ് ഫ്രീക്വൻസിയിൽ 6 മിനിമം, കറണ്ട് മാക്സിമം. അപ്പോൾ വി ഗെറ്റ് എ ഷാർപ്പ് പീക്ക്. അത്രേ ഉള്ളൂ എൻ്റെ ആൻസർ. ഇനി അടുത്ത്, ആൻ ഐഡിയൽ കപ്പാസിറ്റർ കണക്റ്റഡ് ടു 220 വോൾട്ട് 50 ഹെർട്സ്. പിന്നീട് 220 വോൾട്ട് 100 ഹെർട്സ്. റേഷ്യോ ഓഫ് കറണ്ട്. രണ്ട് കേസിലെയും കറണ്ട് കണ്ടുപിടിക്കും. കറണ്ട് എങ്ങനെ കാണും? കറണ്ട് ഈസ് ഈക്വൽ ടു V/R എന്നാണ് നമ്മുടെ വഴി. അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു V/R എന്ന് പറഞ്ഞ ഇവിടെ കപ്പാസിറ്റർ അല്ലേ? XC ആണ്. കണ്ടില്ലേ? അപ്പോൾ V/Xൻ്റെ ആൻസർ, XCൻ്റെ ആൻസർ 1/C ഒമേഗ. അപ്പോൾ Iയുടെ ആൻസർ V × C ഒമേഗ. ഓക്കെ, ഇനി V × C × ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν. കണ്ടില്ലേ? ഇതാണ് I കാണാനുള്ള ഇക്വേഷൻ. ഇതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും എന്ത് സെയിം ആണ്? V സെയിം ആണ്. ഓക്കെ, ഇനി അടുത്തത്
രണ്ടും ഒരേ കപ്പാസിറ്റർ ആണ്. അപ്പോൾ എന്താണ് സി സെയിം ആണ്, ഇനി 2π സെയിം ആണ്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് കേസിലെ കറണ്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ആണ്. സെക്കൻഡ് കേസിലെ കറണ്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു അവിടുത്തെ ഫ്രീക്വൻസി 100 ആണ്. ഇത് 1 ഇത് 2. റേഷ്യോ ഓഫ് കറണ്ട് എത്ര? I1/I2 എത്ര? 50/100. 50/100. ആൻസർ 1/2 എന്ന് പറഞ്ഞാൽ 1:2 അല്ലേ. അടിപൊളിയല്ല, സ്ട്രൈറ്റ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. തീരാറായി. എന്താണ്? സ്റ്റഡി ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. എന്താണ്? ന്യൂക്ലിയൈ പ്രോൺ ടു ഫിഷൻ നടത്താൻ ചാൻസ് ഉള്ള ന്യൂക്ലിയസ് ഏതാണ്? ഏത് റീജിയനിൽ വരും? റീജിയൻ ആണ് ചോദ്യം. റീജിയൻ സി ആണ്. അവിടെയാണ് ഹെവി റൈറ്റ് എല്ലാം വന്നിരിക്കുന്നത്. ന്യൂക്ലിയർ പ്രോൺ ടു ഫ്യൂഷൻ, അപ്പോൾ അതും ഏത് തന്നെയാണ്. അപ്പോൾ ഏതിനകത്താണ് ഫിഷനും ഫ്യൂഷനും ഒക്കെ നടത്താൻ സാധ്യതയുള്ളത്? ഏത് റീജിയനിൽ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ അടുത്തത് മോസ്റ്റ് സ്റ്റേബിൾ, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഏതാണ്? ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഏറ്റവും ഏത് റീജിയനിൽ വരും? ബിയിൽ വരും. അയൺ 56 ഒക്കെ എവിടെ വരുന്നത്? റീജിയൻ 2-ലല്ലേ വരുന്നത്, റീജിയൻ ബിയിലെ. അപ്പോൾ അതിൻ്റെ ആൻസർ അടിപൊളിയല്ലേ. ഇനി അടുത്തത് രാത്രി മണി ഇപ്പോൾ എത്രയാണെന്നറിയോ? 1:51. ഓക്കെ, ഇപ്പോൾ രാത്രിയാണ് ഈ പണി ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ എനിക്ക് രഹസ്യമായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിരുന്നാൽ മതി, കറക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവുമല്ലോ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റുദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആൽഫയുടെ ചാർജ് 2e എന്നാണ്. ആൽഫയുടെ മാസ് 4 times മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. അതിന് അപ്രോച്ചസ് ഗോൾഡ് ന്യൂക്ലിയസ് ആൻഡ് അറ്റോമിക് നമ്പർ 79 ആണ്. ഇനി എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് നോക്കൂ. ആൽഫ പാർട്ടിക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് നമ്മൾ പഠിച്ചാലേ. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എത്രയെന്നാണ്. അപ്പോൾ R0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറയണോ? നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഡ്രൈവ് ചെയ്തെടുക്കുക. ഞാനിത് അന്ന് നമ്മൾ പഠിപ്പിച്ചപ്പോഴത്തേക്ക് വീഡിയോ ഇടാത്തൊരു മിസ്റ്റേക്ക് വന്ന് രണ്ടാമത് വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ വൃത്തിയായിട്ട് പിടിക്കുക. അപ്പോൾ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ആറ്റം X, electron absorbs energy from external source. This excites the electron from lower energy to higher level. When electron returns, they emit photons. ഇനി ഇവിടെ എനർജി ഓരോ ലെവലിൻ്റെതും കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇനി എന്താണ് പറഞ്ഞിരുന്നത്? ഇനീഷ്യൽ എനർജി 0 എന്നാണ് എടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് എ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ നീഡഡ് ടു എക്സൈറ്റ് ആറ്റം ടു എനർജി E2 ഇന്ന് E1. E1 നിന്ന് E2-ലോട്ട് കയറാൻ എത്ര എനർജി വേണം? എനർജി ഇസ് ഈക്വൽ ടു ആൻസർ പറയൂ. ആൻസർ പറയുന്നത് E2 മൈനസ് E1 ആണ്. ആൻസർ 1.78 മൈനസ് 0 ആണ്. 1.78 EV. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഒന്നായിക്കോട്ടെ, ആൻസർ വന്നു. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ വേവ് ലെങ്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എനർജി എങ്ങനെ കാണും മക്കളെ? ഇതാണ് എനർജി. എനർജി എന്ന് പറഞ്ഞാൽ hν ആണ്, എന്ന് പറഞ്ഞാൽ hc/λ. ഇനി ഞാൻ എഴുതാണ് 1.78 EV. അതുപോലെ എഴുതി. hcയുടെ വാല്യൂ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് എന്നാലും ഞാൻ പറഞ്ഞു. 1240 EV നാനോമീറ്റർ ഡിവൈഡ് ബൈ ലാംഡ. അപ്പം അപ്പുറം EV കട്ടായി പോകും. ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതാം. 1.78 ഈസ് ഈക്വൽ ടു 1240 EV കട്ടായി നാനോമീറ്റർ ഡിവൈഡ് ബൈ ലാംഡ. ഇനി ലാംഡ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്താണ് 1240 നാനോമീറ്റർ ഡിവൈഡ് ബൈ 1.78. കണ്ടില്ലേ? ആൻസർ കിട്ടിക്കോളും. അതിനെ നിങ്ങൾ എന്തിലോട്ട് മാറ്റുക? മീറ്ററിലോട്ട് മാറ്റുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി എന്താ വേണ്ടത്? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബോർസ്, അക്കോർഡിംഗ് ടു ബോർസ് തിയറി, calculate angular momentum of electron in second orbit. Angular momentum എന്ന് പറഞ്ഞാൽ NH/2π. ഇനി ഇവിടെ n-ന്റെ വാല്യൂ 2, അപ്പം 2h/2π. ഞാൻ പറയുന്നില്ല. 2 × h-ന്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാമല്ലോ. ആ വാല്യൂ ഇട്ട് കൊടുക്കുക. 6.6
3 into 10 raised to minus 30 divided by 2 into 3.14. ഓക്കെ, ആൻസർ കിട്ടിക്കോളും. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ഇനി റേഡിയസ് ഓഫ് തേർഡ് ബോർ ഓർബിറ്റ്, അത് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. റേഡിയസ് എങ്ങനെ കാണും? നമുക്ക് ഇക്വേഷൻ n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ബൈ m e സ്ക്വയർ പൈ അത് വെച്ച് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. n സ്ക്വയർ ടൈംസ് ബോർ ഓർബിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ n സ്ക്വയർ ടൈംസ് ബോർ ഓർബിറ്റിന്റെ വാല്യൂ നമുക്ക് അറിയാം 0.53 ആങ്സ്ട്രോം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കി ഇങ്ങോട്ട് എഴുതിയാൽ നിങ്ങൾക്ക് അറിയാം റേഡിയസിന്റെ ആൻസർ ഇതാ വരുന്നു. എന്നിന്റെ വാല്യൂ എന്താണ്? സെക്കൻഡ് അല്ലേ? സെക്കൻഡ് ബോർ ഓർബിറ്റ് ആണ്. അപ്പോൾ എന്നിന്റെ ആൻസർ 2. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 0.53 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 10 മീറ്റർ. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് സെക്കൻഡ് ഫസ്റ്റ് ബോർ ഓർബിറ്റ്, തേർഡ് ബോർ ഓർബിറ്റ് ആണ്. അപ്പോൾ ഇത് 3 സ്ക്വയർ. ഓക്കെ, സൂക്ഷിച്ച് ചെയ്യണം. ഒരു കണ്ണ് ഒന്ന് മാറിയാൽ തെറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. എ ബാൻഡ് ഗ്യാപ്പ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് ബാൻഡ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ്. അറിയാം. Essentially, the band gap represents the minimum energy that required to excite an electron up to state of conduction band. ഒരു ഇലക്ട്രോണിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കാൻ വേണ്ട എനർജിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേർ ഇറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ കണ്ടക്ഷൻ. കണ്ടക്ഷൻ ബാൻഡിലേക്ക് വന്നാൽ ഇലക്ട്രോൺ കണ്ടക്ട് ചെയ്യും. ലോവർ എനർജി ലെവൽ ഈസ് എ വാലൻസ് ബാൻഡ് ആൻഡ് thus if gap exists between a level and a higher energy must be input. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്ക് എനർജി ഗ്യാപ്പ് ഉണ്ടായിരുന്നാൽ എനർജി മസ്റ്റ് ബി ഗിവൺ. ഇൻപുട്ട് ചെയ്യണമെന്ന് എനർജി കൊടുക്കണം. LED ഈസ് മെയ്ഡ് ഓഫ് P ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അതൊക്കെ പോട്ടെ. ആൻഡ് N ടൈപ്പ് സെമി കണ്ടക്ടർ ഹെവിലി ഡോപ്ഡ് ആണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് കോമ്പിനേഷൻ പ്രോസസ് റിലീസസ് എനർജി ഇൻ ദ ഫോർമുല. അതൊക്കെ LED വർക്കിംഗ് ആണ് ബ്രീഫായിട്ട് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. IV ക്യാരക്ടറിസ്റ്റിക് ഓഫ് LED കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ വേവ് ലെങ്ത് ദാറ്റ് ഹാസ് മാക്സിമം എനർജി ഗ്യാപ്പ്. എനർജി ഗ്യാപ്പ് മാക്സിമം ഉള്ളത് എങ്ങനെ? അപ്പോൾ എനർജി ഗ്യാപ്പ് എങ്ങനെ കാണുന്നത്? എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് h nu ആണ്. h nu ആണ്. അപ്പോൾ hc/λ അല്ലേ? അപ്പോൾ എനർജി ഗ്യാപ്പ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു λ അല്ലേ? അപ്പോൾ ഐഡന്റിഫൈ ദ വേവ് ലെങ്ത് മാക്സിമം എനർജി ഗ്യാപ്പ്. മാക്സിമം എനർജി ഗ്യാപ്പ് ആണെങ്കിൽ ലാംഡ മിനിമം ആണ്. അപ്പൊ ലാംഡ മിനിമം ആണ്. ലാംഡ മിനിമം ആണെങ്കിൽ ലാംഡ മിനിമം വരണം. ഇപ്പോ ഇവിടെ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. 3ന്റെ സ്ലോപ്പ് സെയിം ആണ്. അപ്പൊ അത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 3ന്റെ ഈ കറണ്ടിന്റെ ഈ ടിപ്പിൽ ലെവലിലുള്ള കറണ്ട് സെയിം ആണ്. ഈ സ്ഥലത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇനി പക്ഷെ വി വാല്യൂ മാത്രമാണ് കൂടുതൽ. വി കൂടുതൽ. അപ്പോൾ വി കൂടുതൽ എന്ന് പറഞ്ഞാൽ വി മോർ എന്ന് പറഞ്ഞാൽ മോർ എനർജി കൊടുക്കണമെന്നാണ്. അപ്പം മോർ ഗ്യാപ്പ് എന്നാണ്. ഓക്കെ, അപ്പം മോർ എനർജി കൊടുക്കണമെന്നാണ്. അപ്പോൾ എനർജി കൂടുതൽ എന്ന് പറഞ്ഞാൽ എനർജി കൂടുതൽ എന്ന് പറഞ്ഞാൽ ലാംഡ മിനിമം. അപ്പോൾ വി കൂടുതലുള്ളത് ഏതിനാണ്? 3 അല്ലേ? അപ്പോൾ 3 ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായില്ല? വി കൂടുതൽ ആർക്ക്? 3ക്ക്. ഓക്കെ, അപ്പൊ വി കൂടുതൽ എന്ന് പറഞ്ഞാൽ എനർജി ഗ്യാപ്പ് കൂടുതൽ. അതിന് എനർജി കൂടുതൽ എന്ന് പറഞ്ഞാൽ ലാംഡ. അതല്ലേ ചോദ്യം. ഓക്കെ, മാക്സിമം എനർജി ഗ്യാപ്പ് ഉള്ളത് 3 ആണ്. ഇനി മിനിമം എനർജി ഗ്യാപ്പ് ഉള്ളത് ഞാൻ പറയണ്ടല്ലോ, 1 ആണ്. 3 1 ആണ്. ഇനി അപ്പൊ ആ പാർട്ട് കഴിഞ്ഞു. ഇനി ഇതിന്റെ ബാക്കി ഇനിയും ഉണ്ട്. ഓക്കെ, എന്താണ്? If E is the energy of incident photon and energy gap is Eg, which is produced across the depletion region, what will happen if in the following cases? എന്താണ്? ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി കൂടുതലും എനർജി ഗ്യാപ്പ് കുറവാണെങ്കിൽ ഇലക്ട്രോൺ എക്സൈറ്റഡ് തന്നെ. എവിടെ തൊട്ട്? ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് എന്നെഴുതാം. ഇനി ഈക്വൽ ആയാലും കുഴപ്പമില്ല. എന്താണ്?
electron just reaches conduction band. Okay. Energy less than energy gap ആണെങ്കിലോ എന്താണ്, ഇലക്ട്രോൺ cannot cross energy gap. ഈ ഗ്യാപ്പിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല, കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റില്ല. കഴിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്ന? ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നുപോയി. അപ്പോൾ നമ്മുടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കണം. കാരണം ഇതിനകത്ത് നിന്നൊക്കെ ഈ മോഡലുകൾ അവർ ചോദിക്കുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ ഒന്നും പിടിക്കരുത്. നിങ്ങൾ ആലോചിക്കാനുള്ളത് ഇതിനകത്ത് നമ്മൾ 4 ക്വസ്റ്റ്യനാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോന്നിൽ ഒരു പാർട്ടിലൊക്കെ സ്ട്രൈറ്റ് ചോദിച്ചിട്ടുണ്ട്, എങ്കിലും ഫുള്ളായിട്ടും സ്ട്രൈറ്റ് ചോദിച്ചിരിക്കുന്നത് 4 ക്വസ്റ്റ്യനാണ്. അപ്പോൾ ടെൻഷൻ പിടിച്ചിട്ട് കാര്യമുണ്ടോ? കൂളായിട്ടിരിക്കുക, മൊത്തം പഠിക്കുക. പരീക്ഷയുടെ തലേദിവസം ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിക്കാതിരിക്കുക. എന്നാലേ അവിടെ ചെല്ലുമ്പോൾ കൂൾ മൈൻഡായിട്ടിരുന്ന് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന് പരീക്ഷ എഴുതുക. അപ്പോൾ ഡു വെൽ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് വരണം. ബൈ.